ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. ദൈവദാസൻ ഒന്നുകൂടെ വാക്യം വായിച്ച് സഹായിച്ചാട്ട്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഇതെല്ലാം തിന്നിട്ടും ചത്തുപോയെന്ന. അടുത്തത് എന്നാൽ ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാണ്. എല്ലാ മാന്യ കർത്തൃദാസന്മാരെയും ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച സഭയ്ക്കും ശുശ്രൂഷകനും ചുമതലപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കും. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 49-50 തിരുവെടുത്താണല്ലോ. വളരെ പരിചിതമായ തിരുവെടുത്താണ്. ഒരിക്കൽ കൂടി വായിച്ചു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. തിന്നിട്ടും മരിച്ചു. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. മന്ന തിന്നവനെല്ലാം മരിച്ചുപോയി. എന്നാൽ ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് മതി. എല്ലായിടങ്ങളിലും പറയുന്ന ചില കാര്യങ്ങൾ ഇവിടെ ഒന്നുകൂടെ ആവർത്തിക്കുക. കാരണം സുവിശേഷ യോഗമാണ്. ഈ വേദപുസ്തകം 66 പുസ്തകമാണ്. നിങ്ങൾക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. ഏതാണ്ട് 1600 കൊല്ലം കൊണ്ട് 40 എഴുത്തുകാരാൽ എഴുതപ്പെട്ട പുസ്തകമാണ് സത്യവേദ പുസ്തകം. 40 എഴുത്തുകാരിൽ പലരും തമ്മിൽ കണ്ടിട്ടില്ല. പല രാജ്യങ്ങളിൽ ജീവിച്ചവരാ, പല നൂറ്റാണ്ടുകളിൽ ജീവിച്ചവരാ. പക്ഷേ ഇതെഴുതി വന്നപ്പോൾ വായിക്കുന്നവർക്ക് തോന്നും ഒരാൾ എഴുതിയതുപോലെ തോന്നും. അതായി പുസ്തകത്തിൻ്റെ വിശേഷത. കാരണം എല്ലാവരിലും വ്യാപരിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പല നിലകളിൽപ്പെട്ടവരെ കൊണ്ടാണ് ഈ പുസ്തകം ദൈവം എഴുതിപ്പിച്ചത്. മീൻപിടുത്തക്കാരുണ്ട്, രാജാക്കന്മാരുണ്ട്, ന്യായാധിപന്മാരുണ്ട്, പുരോഗത വിദ്യാ നിപുണന്മാരുണ്ട്, വിദ്യാവിഹീനരായ പ്രിയപ്പെട്ടവരുണ്ട്. യഹൂദന്മാരാ സിംഹഭാഗവും ഇത് എഴുതിയത്. യഹൂദനല്ലാത്ത വ്യക്തിയെ കൊണ്ടും ഇതിലെ പുസ്തകം ദൈവം എഴുതിപ്പിച്ചു. അങ്ങനെ പലരെ കൊണ്ട് ദൈവം ഈ പുസ്തകം എഴുതിപ്പിച്ചു. അതായത് പുസ്തകത്തിൻ്റെ വിശേഷത. 66 പുസ്തകങ്ങൾ. ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. 2 ഭാഗങ്ങളായിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. അങ്ങനെയാണല്ലോ നിങ്ങൾക്കറിയാം. പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമം 39 പുസ്തകവും പുതിയ നിയമം 27 പുസ്തകങ്ങളാണ്. ആ പഴയ നിയമത്തിലെ 39 പുസ്തകം 32 പേര് ആണ് എഴുതിയത്. പുതിയ നിയമത്തിലെ 27 പുസ്തകം 8 പേര് എഴുതി. ആ 8 പേര് 4 പേര് അപ്പോസ്തലന്മാരും 4 പേര് അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തലന്മാരായ 4 പേര് മത്തായിയും യോഹന്നാനും പത്രോസും പൗലോസും. അപ്പോസ്തലന്മാരല്ലാത്ത 4 പേര് മർക്കോസും ലൂക്കോസും യൂദായും യാക്കോബും. ഇങ്ങനെയാണ് 8 പേര്. അതിൽ 2 പേര് 2 അപ്പോസ്തലന്മാരുടെ കൂടെ എപ്പോഴും സന്തത സഹചാരികളായി ശുശ്രൂഷ ചെയ്തവരാ, ലൂക്കോസും മർക്കോസും. മർക്കോസ് പത്രോസിൻ്റെ കൂടെയും ലൂക്കോസ് പൗലോസിൻ്റെ കൂടെയും ശുശ്രൂഷയിൽ വ്യാപൃതരായവരാ. നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് യോഹന്നാൻ്റെ സുവിശേഷമാണ്. അപ്പോൾ തന്നെ പുതിയ നിയമ പുസ്തകം 27 പുസ്തകം തരംതിരിച്ച് പഠിക്കുമ്പോൾ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങൾ, പിന്നീടുള്ള 21 പുസ്തകം ലേഖന പരമ്പരകളാണ്. അത് മുഴുവൻ ഉപദേശ വിഷയങ്ങളാണ്. ഒടുവിൽ വെളിപ്പാട് പുസ്തകം 22 അധ്യായം. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇതെല്ലാം സംസാരിക്കുമ്പോൾ വൈക്കം സെൻറ്ററിലുള്ളവരും അല്ല മറ്റ് സെൻറ്ററിലുള്ളവരും ഇവിടെ വന്നിട്ടുള്ളവരും ഇപ്പം ചിന്തിക്കുന്നുണ്ട് ചിലർ, ഇത് പറയാനാണോ താൻ ഓടിക്കതച്ച് വന്നെന്ന്.
ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ അപ്പുറവും ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്കും അറിയാം. അറിയാത്ത ആരേലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഇതിനെപ്പറ്റി അറിവില്ലാത്ത ആരെങ്കിലും ഈ പരിസരത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ല ഓൺലൈനിൽ എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നെങ്കിൽ അവരെ ഉന്നം വെച്ചാൽ ഞാനീ പറയുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ എന്നാലും ചിലരുടെ നോട്ടോ ഇരിപ്പം കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇത് അറിയാത്തവരുണ്ട് ഇതിനകത്ത്. ഇതെടുത്തുകൊണ്ട് നെടുക നടക്കുന്നതെന്നല്ലാതെ എന്തുവാന്ന് പോലും അറിയാത്ത ആൾക്കാരും ഇല്ലാതില്ല. അപ്പോൾ പുതിയ നിയമത്തിലെ 27 പുസ്തകം 3 നിലയിൽ തരംതിരിച്ചു. ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകം, പിന്നീട് ലേഖന പരമ്പരകളാണ് 21 പുസ്തകം, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ, ഒടുവിൽ വെളിപ്പാട് പുസ്തകം. ഓർപ്പിച്ചല്ലോ. അപ്പോൾ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. ആ ചരിത്ര പുസ്തകം രണ്ടായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ 4 പുസ്തകം യേശുക്രിസ്തുവിൻ്റെ ചരിത്രമാണ്. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കും അറിയാം, നല്ല ചരിത്രം അത് യേശുവിൻ്റെ ചരിത്രമാണ്. കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം, കേട്ടിരിക്കാൻ പറ്റുന്ന ചരിത്രം, അപാകതകളും ന്യൂനതകളും ഒന്നുമില്ലാത്ത നല്ല ചരിത്രമാണ് യേശുവിൻ്റെ ചരിത്രം. നമ്മുടെ ഒന്നും ചരിത്രം അധികം പറയാതിരിക്കുന്നതാണ് നല്ലത്. പണ്ട് ഞങ്ങളുടെ ഒരു അപ്പച്ചൻ മരിച്ചപ്പോൾ അപ്പച്ചൻ്റെ മക്കൾ ഒത്തിരി പേരുണ്ട്. അവർ പ്രത്യേക സഭക്കാരാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ പ്രസംഗമില്ല, എല്ലാം സാക്ഷിയാണ്. വരുന്നവരെല്ലാം സാക്ഷി. ഒരു മൈക്ക് അവിടെ വെച്ചിട്ടുണ്ട്. വരുന്നവരെല്ലാം എടുത്ത് പറഞ്ഞു വെച്ച് പൊക്കോണം. പിന്നെ അവരുടെ പ്രധാന ആൾക്കാർ തുടങ്ങുമ്പോൾ ആ ഏരിയയിലോട്ടൊന്നും ആരും ഞങ്ങളുടെ ആളാന്ന് പറഞ്ഞ് എല്ലാം ഒക്കത്തില്ല. അവർ നേരത്തെ അവിടെ ഒരു സ്റ്റൂളിൻ്റെ പുറത്തൊരു വെള്ളത്തുണി ഇട്ടൊരു മൈക്ക് വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് എടുത്ത് പറഞ്ഞു വെച്ചാൽ മൈക്ക് അവിടെ വെച്ച് മര്യാദയ്ക്ക് അവിടെ പോയിരുന്നോണം. അവർ പറയത്തില്ല. ഡോക്ടർ വന്നിട്ടുണ്ട്, റവറൻറ്റ് വന്നിട്ടുണ്ട്, സെൻറ്ററിൻ്റെ ആൾ മിണ്ടുകയല്ല അവിടെ. അത് കൂടുതലെല്ലാം കണ്ണും കയ്യും കാണില്ല. അതൊക്കെ അവർക്കറിയാം, മനസ്സിലായി കാണും ആരാന്ന്. അപ്പം ഞാനും പോയിട്ടുണ്ട്. അപ്പോൾ സാക്ഷിയോഗം നടന്നപ്പോൾ ഓരോരുത്തരും എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞു. സാക്ഷി പറഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ ഒരു മകൻ എഴുന്നേറ്റ് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം മൈക്ക് എടുത്ത് വെച്ച് പറഞ്ഞു, ഈ കിടക്കുന്ന അപ്പച്ചൻ എൻ്റെ പിതാവ്, അദ്ദേഹത്തിൻ്റെ ഇത്രാമത്തെ മകനാണ് ഞാൻ കൂടുതൽ ചരിത്രങ്ങളൊന്നും പറയുന്നില്ല. എല്ലാ ചരിത്രവും എല്ലാവരുടെയും ചരിത്രവും എല്ലാവർക്കും അറിയാമല്ലോ പറഞ്ഞു വെച്ച് പുള്ളി മൈക്ക് വെച്ചേച്ച് പോയി. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാനും അത് കടമെടുത്ത് പറയാം. നമ്മുടെ എല്ലാ ചരിത്രവും, നിങ്ങളുടെ ചരിത്രവും എൻ്റെ ചരിത്രവും എല്ലാവരുടെയും ചരിത്രവും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മുടെ ചരിത്രമൊന്നും അധികം പറയാതിരിക്കുന്നതാ നല്ലത്. പണ്ടൊരുത്തന് അവൻ്റെ കുടുംബ മഹിമയൊക്കെ പറഞ്ഞപ്പം പന്തലിരുന്നോള എൻ്റെ അടുത്തിരുന്നപ്പോൾ അവൻ വലിയ ചരിത്രം വന്ന അവൻ്റെ അമ്മയുടെ അനിയത്തിന് 3 എണ്ണത്തിൻ്റെ കൂടെ പോയതാണ്. അപ്പം ഇതാ ചരിത്രം. അപ്പം നമ്മുടെ കുടുംബ ചരിത്രവും നമ്മുടെ വകുപ്പുകളും ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാ ചരിത്രവും എല്ലാവരുടെയും ചരിത്രവും എല്ലാവർക്കും അറിയാം. പക്ഷേ ഏറ്റവും നല്ല ചരിത്രമാണ് യേശുക്രിസ്തുവിൻ്റെ ചരിത്രം. യാതൊരു അപാകതയില്ല, ഒരു പാളിച്ചയില്ല, യാതൊരു കുഴപ്പം. യേശുവിൻ്റെ ചരിത്രം ഞാൻ എപ്പോഴും പറയും, ഈ ചരിത്രം കേട്ടാൽ രോഗശാന്തി ഉണ്ടാകും. ഈ ചരിത്രം കേട്ടാൽ ഭൂതങ്ങൾ വിട്ടുമാറും. ഈ ചരിത്രം കേട്ടാൽ മനോസമാധാനം ഉണ്ടാകും. ഈ ചരിത്രം കേട്ടാൽ ആമേൻ നിനക്ക് രക്ഷാനിർണയം പ്രാപിക്കാം. ആമേൻ മുടന്തരെ നടത്തുന്ന ചരിത്രം, ഊമർക്ക് സംസാര കേൾവി കൊടുത്ത ചരിത്രം, ആമേൻ കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയ ചരിത്രം, മരിച്ചവരെ ഉയർപ്പിച്ച ചരിത്രം, ഇന്നും ഏറ്റവും നല്ല ചരിത്രവും കേട്ടിരിക്കാൻ പറ്റുന്ന ചരിത്രവും കൊള്ളാവുന്ന ചരിത്രവും യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി ദൃഷ്ടി പോയി കാഴ്ചയും നൽകി. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി ദൃഷ്ടി പോയവർക്ക് ഭവൻ കാഴ്ചയും നൽകി. നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർ 5000 ജനം സിയോൻ മണവാളനെ, ശ്രീനരപതിയെ സിയോൻ മണവാളനെ. മാത്രമായ ലോകം ആകെ ഉത്തരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന
ശ്രീനരപതിയേ സിയോൻ മണവാളനേ ശ്രീനരപതിയേ സിയോൻ മണവാളനേ. ഏറ്റവും നല്ല ചരിത്രമാണ് യേശു ക്രിസ്തുവിന്റെ ചരിത്രം. നല്ല ചരിത്രമാണ്. 5 പുസ്തകത്തിലെ 4 പുസ്തകം ക്രിസ്തുവേശുവിന്റെ ചരിത്രം. അടുത്തത് 5-ാമത്തെ പുസ്തകമാണ്. ആ 5-ാമത്തെ പുസ്തകത്തിലെ ചരിത്രം ആദിമ സഭയുടെ ചരിത്രമാണ്. ആദിമസഭ. ആ 10-28 അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ചരിത്രം ആദിമ സഭയുടെ ചരിത്രം. അപ്പോൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് ഞങ്ങളുടെ സഭയുടെ ചരിത്രമാണ്, കത്തോലിക്കർ പറയുന്നത് അവരുടെ ചരിത്രമാണ്. അവർ നിങ്ങളുടെ ചരിത്രമേ. അപ്പോൾ യാക്കോബ ഓർത്തഡോക്സുകാർ പറയുന്നത് ഞങ്ങളുടെ ചരിത്രമാണ്. കാരണം അന്ത്യോക്യെന്ന് പ്രയോഗമൊക്കെ ഉണ്ടല്ലോ, അവിടെ വെച്ചാൽ ക്രിസ്ത്യാനി എന്ന പേരുള്ളത്. സിംഹാസനം ഇപ്പോൾ അവിടെ കിടപ്പുണ്ട്. അപ്പം ഞങ്ങളുടെ ചരിത്രം. മറ്റൊരു പറഞ്ഞ റോമിലെ, കാരണം റോം എന്നൊക്കെ ഉണ്ടല്ലോ. ഇവർ അവരുടെ സഭയുടെ ചരിത്രമാണ്. ഏബ്രഹാം മൽപ്പാന് മാർത്തോമാ സഭയിൽ നിന്ന് തന്നെ ഇട്ടതിൻ്റെ ഒരു വിശേഷത അത് തന്നെ. എഡി തോമസ് വന്നെന്ന് പറയുന്നു. 4 ബ്രാഹ്മണ കുടുംബത്തെ മുക്കിയെന്നും അവര് പറയുന്നതാണ്, അല്ല ചരിത്രത്തിലൊന്നും പറയുന്നില്ല. അപ്പോൾ അവര് പറയുന്നത് ഞങ്ങളുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി, നിങ്ങളുടെ ചരിത്രമല്ല. സഭക്കാരുണ്ട്, സിറിയൻ കാത്തലിക്സ്, ലത്തീൻ കാത്തലിക്സ്, മലങ്കര കാത്തലിക്, ഇവരുടെ ആരുടെയും ചരിത്രമല്ല. കൽദായ സുറിയാനി, കനാനായ കത്തോലിക്കര്, കനാനായ യാക്കോബ, ഇവരുടെ ആരുടെയും ചരിത്രമാണ്. അവരുടെ ചരിത്രം അവർ പിന്നെ സമ്മതിക്കുന്നുണ്ട് ഞങ്ങളുടേതല്ല, ഞങ്ങൾ അവിടുന്ന് കപ്പലേ വന്നതാണെന്നാണ് പറയുന്നത്. ഇവരുടെ ആരുടെയും ചരിത്രമല്ല. അപ്പൊ ചെല്ല് പറയുന്നത് സാൽവേഷൻ ആർമിക്കാരുടെ ചരിത്രമാണ്. അത് അങ്ങനത്തെ കാര്യമേ ഇതിനകത്ത് പറയുന്നില്ല. അപ്പോൾ CSI CMSകാർ പറയുന്നത് ഇവരുടെ ആരുടെയല്ല ഞങ്ങളുടെയാണ്. നിങ്ങളുടെ കാര്യം പറയേണ്ട കാര്യം ഇതിനകത്തില്ലല്ലോ. ഇവരെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ബ്രദറുകാർ പറയുന്നത് ഇത് മുഴുവൻ ഞങ്ങളുടെ ചരിത്രമാണ്. ഒരു വാക്യം എടുത്ത് കീറാവുന്നതിൻ്റെ പരമാവധി കീറിയതിനെ പിന്നെ ഒന്ന് കീറി, പിന്നെ അതെല്ലാം ഇങ്ങനെ മൊത്തം കീറുകാരാ. അപ്പം അത് എള്ളടക്കി വിടാതെ ഇങ്ങനെ ഇരിക്കുക. അവർ പറയുന്നത് ഞങ്ങളുടെ ചരിത്രമാണ്, സഹോദര സഭ അവരുടെ ചരിത്രവും അല്ല. ഇവരെല്ലാം കടത്തി വെട്ടി പറയുന്നത് ബെന്തിക്കോസുകാർ പറയുന്നത് ഇവരുടെ ആരുടെയും ചരിത്രമല്ല, ബെന്തിക്കോസിൻ്റെ ചരിത്രമാണ്. അതിനവർ രണ്ടാമത്തെ പെന്തക്കോസ്ത് നാള് അല്ല, കത്തോലിക്കരുടെ നാൾ വന്നെന്നല്ല, യാക്കോബക്കാരുടെ നാളും വന്നെന്നല്ല, മാർത്തോമക്കാരുടെ നാളും പിന്നെന്തോ നാളാണ്. അതപ്പോൾ നമ്മുടെ നാന്ന ബെന്തിക്കോസുകാർ പറയുന്നത്. പണ്ട് മാരാമണ്ണാന്ന് തോന്നുന്നു ഒരു ഉപദേശി ഉണ്ടായിരുന്നു, പേരൊന്നും ഇല്ല. അദ്ദേഹം ഏത് വാക്യം എടുത്താലും അച്ഛന്മാരെയും മെത്രാന്മാരെയും എല്ലാം കുറ്റം പറയും. ഇത് കേട്ട് കേട്ട് മെത്രാന്മാരും അച്ഛന്മാരും അങ്ങ് സഹി കേട്ട് പുള്ളിക്ക് കൊടുക്കാതിരിക്കാനും ഒക്കത്തില്ല. ജനമെല്ലാം പുള്ളിയുടെ കൂടെ. അപ്പോൾ അവസാനം അച്ഛന്മാരും മെത്രാന്മാരും എല്ലാം കമ്മിറ്റി കൂടി ഈ പുള്ളിയെ അച്ഛന്മാരെയും മെത്രാന്മാരും അപ്പോൾ എന്നാ ചെയ്യണം? നമ്മളൊന്നും ചെയ്യാനൊക്കത്തില്ല, പുള്ളിയുടെ രീതി അതാ. അപ്പോൾ ചോദിച്ചു പിന്നെ എന്നാ പോകുമ്പോഴേ. അപ്പോൾ ഒരു ബുദ്ധിമാൻ പറഞ്ഞു, പുള്ളി വാക്യമായിട്ട് വരുന്നത് കൊണ്ടല്ലയോ നമ്മുടെ ഉച്ചയ്ക്ക് അടിക്കുന്നത്. അപ്പോൾ ഇനിയും പുള്ളി പ്രസംഗിക്കാൻ വരുമ്പോൾ നമ്മളൊരു വാക്യം സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരാൾ പറഞ്ഞു ഏത് വാക്യം എടുത്താലും പുള്ളി അച്ഛനെയും മെത്രാനെയും കൊട്ടാത്തൊരു വാക്യം ഞാൻ കൊടുക്കാം. ഏതാ? ഉൽപ്പത്തി 1:1. അപ്പോൾ പിന്നെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാര്യം പറഞ്ഞ് ആ വഴിക്ക് പൊക്കോളും. അത് നല്ല അഭിപ്രായമാണ് ചാണ്ടിക്കുഞ്ഞ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് ഉപദേശം വരുന്നതിന് മുന്നേ ഇത് പുള്ളി പറഞ്ഞത് യോതി ഇന്ന് പ്രസംഗിക്കാം, ഒരു കുഴപ്പമില്ല. പുള്ളി കയറി നിന്നേച്ച് വാക്യം വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരാൾ വാക്യം വായിച്ചു കൊടുത്തു, ഉൽപ്പത്തി 1:1. അച്ഛന്മാരും മെത്രാന്മാരും ഇരിപ്പുണ്ട്. പുള്ളി പറഞ്ഞു വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരാൾ വായിച്ചു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉടനെ പുള്ളി പറഞ്ഞു അതെ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയാണ് സൃഷ്ടിച്ചത്, അല്ലാതെ ഈ മെത്രാനെ അച്ഛനെ അല്ലെന്ന് പറഞ്ഞു. ദൈവം സൃഷ്ടിച്ചത് ആദ്യം ആകാശവും ഭൂമിയാണ്, അല്ലാതെ ഈ ഇരിക്കുന്ന ഒരൊറ്റ മെത്രാനെ അച്ഛനെയും ഒന്നും ദൈവം സൃഷ്ടിച്ചില്ലെന്ന് പറഞ്ഞു. മനസ്സിലായി കാണുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇവരുടെ ആരുടെയും ചരിത്രമല്ല. അപ്പം ഇവർ പറയുന്നത് പെന്തിക്കോസുകാരുടെ ചരിത്രം ഞങ്ങളുടെ ചരിത്രമാണ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പം ഇത് പെന്തിക്കോസുകാരുടെ ചരിത്രമല്ല പറഞ്ഞേക്കുന്നത്.
ഇനി പെന്തിക്കോസിൽ തന്നെ പല വകുപ്പുകളുണ്ട്. അസംബ്ലീസ് കോഡിന്റെ ചരിത്രമല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ അടുത്തൊരാൾ പറഞ്ഞു ഒരുമാതിരിപ്പെട്ട സഭയല്ല ഓഫാന്ന്. അസംബ്ലീസ് ഓഫ് അത് ഓഫായെന്ന, ചർച്ച് ഓഫ് അതും ഞാൻ പറഞ്ഞതല്ല, കടമാണ്. എല്ലാം ഓഫായി. ഇപ്പൊ പുള്ളി പറഞ്ഞു ഓണായത് ഒന്നേ ഉള്ളത് ഷാരോൺ. ഇപ്പൊ ഓണായിട്ടിരിക്കുന്നത് ഒന്നേ ഉള്ളൂ, ഷാരോണേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓഫായി കിടക്കുകയാണ്. ഞാൻ പറഞ്ഞതല്ല, പുള്ളി പറഞ്ഞതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് ഈ പറയുന്ന ആരുടെയും ചരിത്രമല്ല, ബെന്തിക്കോസുകാരുടെ ചരിത്രവുമല്ല, അപ്പോസ്തല പ്രവൃത്തിയിലെ ബ്രദറുകാരുടെ ചരിത്രവുമല്ല, TPMന്റെ ചരിത്രവുമല്ല, ഇവരുടെ ആരുടെ ചരിത്രമല്ല. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ചരിത്രം, അപ്പോസ്തല ചരിത്രം ആദിമസഭയുടെ ചരിത്രമാണ്. ഏതാ ആദിമസഭ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രിസ്തുയേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത ആമേൻ രക്ഷിക്കപ്പെട്ട ദൈവസഭയുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ 5 പുസ്തകം. എനിക്ക് മൈക്കിനൊരു ഒരു ലിവർ പിടിക്കാനോ എന്താ പറഞ്ഞു? എനിക്കത് പറയാൻ അറിയാൻ മേല. അപ്പോൾ ആദിമ സഭയുടെ ചരിത്രമാണ് പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത്. അതിനുശേഷമായിട്ട് ഉപദേശ വിഷയങ്ങളാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങളിൽ മുഴുവൻ ഉപദേശ വിഷയങ്ങളാണ്. എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് വരുന്നവർക്ക് കൊടുക്കേണ്ടത് ഉപദേശമാണ്. സഭയ്ക്കകത്ത് ഉപദേശം കൊടുക്കണം. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങളിൽ ഉപദേശ വിഷയങ്ങളാണ്. റോമാലേഖനം വിശ്വാസത്താനുള്ള നീതീകരണം, അതാണ് അതിലെ ഉപദേശം. കൊരിന്ത് ലേഖനം നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണം. ഗലാത്യ ലേഖനം വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സ്വാതന്ത്ര്യം. എഫേസ്യ ലേഖനം സ്വാതന്ത്ര്യം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സ്ഥാനമാനങ്ങൾ. ഫിലിപ്പിയ ലേഖനം സ്ഥാനമാനം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സന്തോഷം. കൊലോസ്യ ലേഖനം സന്തോഷം പ്രാപിച്ച വിശുദ്ധന്മാരുടെ അവകാശം. തെസലോനിക്ക ലേഖനം അവകാശം പ്രാപിച്ച വിശുദ്ധന്മാരുടെ പ്രത്യാശ. തിമോത്തിയോസിന്റെ 2 ലേഖനവും തീത്തോസിന്റെ ലേഖനവും പ്രത്യാശയുള്ള ദൈവമക്കളുടെ പ്രമാണം. തോന്നുന്നത് പോലെ ഒന്നും നടക്കരുത്. സഭയ്ക്കകത്ത് വന്നേച്ച് നിന്റെ ഇഷ്ടമൊന്നും കാണിക്കരുത്. സെക്രട്ടറിയുടെ ഇഷ്ടവും ട്രഷാറിൻ്റെ ഇഷ്ടവും കമ്മിറ്റിക്കാരുടെ ഇഷ്ടമൊന്നുമല്ല, വചനത്തിൻ്റെ ഇഷ്ടമാണ് കാണിക്കേണ്ടത്. സ്തോത്രം. താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനമുള്ള ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത്. അതിന് പ്രമാണമുണ്ട്. ഞാൻ അവസരം വരുമ്പോൾ പിന്നെ പറയാം. ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് പറയണമെന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, അതാണ് തിമോത്തിയോസിന്റെ 2 ലേഖനവും തീത്തോസിന്റെ ലേഖനം പ്രമാണമാണ്, ഉപദേശ വിഷയങ്ങൾ. അങ്ങനെ പ്രമാണത്തിൽ നിൽക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് ആമേൻ വളരെ പ്രത്യാശ, ജീവിതത്തിൽ അവകാശവും പ്രത്യാശയും തരുന്ന ലേഖനമാണ് ഫിലേമോന്റെ ലേഖനം. ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. ഫിലേമോൻ കൊലോസിയിലെ അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു സഭയുണ്ടായിരുന്നു. ആ സഭയിലെ ശുശ്രൂഷകനായിരുന്നു തൻ്റെ മകന് അർക്കിപ്പാസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ അപ്പിയ. ആ വീട്ടിലെ ഒരു ജോലിക്കാരനായിരുന്നു ഒനേസിമോസ്. എന്തോ തെറ്റ് ചെയ്ത കാരണത്താൽ കാരാഗൃഹത്തിൽ വിട്ടു. ആ കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. ആ കാരാഗൃഹത്തിൽ വെച്ച് പൗലോസ് ഒനേസിമോസിനെ വിശ്വാസത്തിൽ ജനിപ്പിച്ചു. എന്നിട്ടൊരു കത്തുമൊക്കെ കൊടുത്ത് ഫിലേമോൻ്റെ അടുക്കലോട്ട് അയക്കുന്നു. അതാ ഫിലേമോൻ്റെ ലേഖനം. 25 വാക്യമേ ഉള്ളൂ. എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അവിടെ 2 പദമാണ് ആ ലേഖനത്തിൽ വിശേഷമായിട്ട് കെടുന്നു നിൽക്കുന്നത്. അല്പകാലോ സദാകാലോ, അങ്ങനൊരു പദമുണ്ട്. ഞാൻ ആ റെഫറൻസ് അങ്ങ് മറന്നു. നിങ്ങൾ കണ്ടവരൊന്ന് വായിച്ച് സഹായിക്കാമെങ്കിൽ വലിയ ഉപകാരമാണ്. ഫിലേമോൻ്റെ ലേഖനം 25 വാക്യമുള്ളല്ലോ, പെട്ടെന്ന് കാണാമല്ലോ, പെട്ടെന്ന് നോക്കിയാൽ പെട്ടെന്ന് കാണാം. അല്പകാലോ സദാകാലവും 2 പദം അടുത്തടുത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടെങ്കിൽ ഒന്ന് വായിച്ച് സഹായിച്ചാൽ ആയിരിക്കും. അവൻ അല്പകാലവും അവൻ
അല്പകാലം വേർപെട്ടു പോയത് അല്പകാലം വേറിട്ട് പോയത് അവനെ സദാകാലത്തേക്കും സദാകാലത്തേക്ക്. രണ്ട് പദങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, അല്പകാലവും സദാകാലവും. എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ അല്പകാലത്തേക്ക് അവൻ കാരാഗൃഹത്തിൽ അല്ലെങ്കിൽ ഫിലേമോനെ നിന്നെ വിട്ടു പോയെങ്കിലും സദാകാലത്തേക്കും അവൻ പ്രയോജനമുള്ളവനായി തീരണം. അതാ ഫിലേമോന്റെ ലേഖനം. അങ്ങനെ പ്രയോജനപ്പെടുന്നവർ ആമേൻ സ്തോത്രം, അവർക്ക് വേണ്ടി ദൈവം ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി വെച്ചിട്ടുണ്ട്. അതാണ് എബ്രായ ലേഖനം. ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി വെച്ചു. ഇതെല്ലാം ഉപദേശ വിഷയങ്ങളാണ്. അങ്ങനെ കരുതൽ പ്രാപിച്ച ദൈവമക്കൾക്ക് യാക്കോബ് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയിൽ ക്രിസ്തുയേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കണം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം. അതാണ് യാക്കോബ് തരുന്ന ഉപദേശങ്ങൾ. അങ്ങനെ പ്രവൃത്തിയിൽ കൂടി ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക. അങ്ങനെ വെളിപ്പെടുത്തുന്ന ദൈവമക്കൾക്ക് പത്രോസ് തരുന്ന ഉപദേശം, നാം ഒരു പുത്തൻ ഭൂമിക്കും ആകാശത്തിനുമെല്ലാം നമ്മൾ പുത്തൻ ഭൂമിക്ക് കാത്തിരിക്കുക, ഒരു പുതിയ രാജ്യത്തിനായി കാത്തിരിക്കുന്നു. അതാണ് പത്രോസിൻ്റെ ലേഖനം തരുന്ന ഉപദേശങ്ങൾ. അങ്ങനെ കാത്തിരിക്കുന്ന ദൈവമക്കളോട് യോഹന്നാൻ്റെ 3 ലേഖനം പറയുന്നത്, ദൈവ സ്നേഹത്തിൽ നിങ്ങൾ ജീവിക്കണം. എല്ലാം ക്ഷമിക്കുന്ന, സഹിക്കുന്ന, പൊറുക്കുന്ന ആ സ്നേഹമുണ്ടല്ലോ, കാൽവറിയിലെ സ്നേഹം. ആ സ്നേഹത്തിൽ നിങ്ങൾ അധിഷ്ഠിതപ്പെട്ട് ജീവിക്കണം. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരോട് ഒടുവിലത്തെ ലേഖനം യൂദാ തരുന്ന പാഠം, വീഴാതവണ്ണം നമ്മെ സൂക്ഷിച്ചു നിർത്തുന്നൊരു ദൈവമുണ്ട്. ഈ വിധത്തിൽ ജീവിച്ചാൽ വീഴാതവണ്ണം നമ്മളെ സൂക്ഷിച്ച് നിലനിർത്തുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. ഇതാണ് ലേഖനങ്ങളിലെ ഉപദേശങ്ങൾ മുഴുവൻ. ഞാൻ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കിതെല്ലാം അറിയാം, എങ്കിലും ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിനെ എന്തിനാ ഓർപ്പിക്കുന്നത്? അത് ആവർത്തിക്കുന്നത് തെറ്റല്ല. അതിനാ നമുക്കൊരു പുസ്തകം തന്നെ തന്നിരിക്കുന്ന ആവർത്തനമെന്ന് ആരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു പുസ്തകം തന്നെ ആവർത്തനം. എത്ര അധ്യായമുണ്ട് ആവർത്തന പുസ്തകം? പാട്ടുകാർ പറ, നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും, നിങ്ങൾ വേറെ ആരും പറയരുത്, പാട്ടുകാർ പറ. ആവർത്തന പുസ്തകം എത്രയുണ്ട്? എത്ര അധ്യായം? സുബിനെ, അവർ രണ്ടുപേരും പാസ്റ്റർമാരുടെ മോന. അവന് ഒരുത്തം കുനിഞ്ഞിരിക്കുക, ഷീനു. രണ്ടും മെയിൻ പാസ്റ്റർമാരുടെ മോന. ഉള്ളിടത്തോളം ആകട്ടെ. എത്രയുണ്ട് മക്കളെ? നിങ്ങൾക്ക് വല്ല വെളിവുണ്ടോ? സഹോദരിമാർ അവർ പെട്ടെന്ന് പറയും. ഉണ്ടോ? കേട്ടോ? നോക്കി പറഞ്ഞാന്ന് അവൻ പറയുന്നത് നിങ്ങൾ നോക്കി പറഞ്ഞതാണ്. എന്നാൽ നിനക്ക് നോക്കി പറയാൻ പറ്റും. നിന്റെ ബൈബിൾ എന്ത് ചെയ്യും? ബൈബിൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഉണ്ടോ? അപ്പൊ ആവർത്തന പുസ്തകം നമുക്കൊരു പുസ്തകം തന്നെ തന്നിരിക്കുക. ഞാൻ ബഹുമാനപ്പെട്ട നിങ്ങളോട് പറയാം, മോഡയിലൊക്കെ ബൈബിൾ ഉണ്ടല്ലോ മോനെ, നിങ്ങൾ ദൈവം തരുന്ന ശുശ്രൂഷയായത്. അപ്പോൾ ഏത് ശുശ്രൂഷയ്ക്ക് പോയാലും വേറെ പുസ്തകം കൊണ്ടുപോക്കണം. ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. നിങ്ങളവിടെ ചെന്ന് പ്രസംഗിക്കുകയോ പാടുകയോ ഒന്നും അല്ല വിഷയം. ഇതൊരു വലിയ ശുശ്രൂഷയാണ് കേട്ടോ. ഇനിയിപ്പോൾ എവിടെ പോയാലും കേട്ടോ, നിങ്ങളെല്ലാവരും വേറെ പുസ്തകമായിട്ട് പോകണം. വായിക്കുകയോ വായിക്കാതിരിക്കുകയോ, എന്നാലത് കൈ വേണം. ദൈവദാസന്മാരൊക്കെ ദൈവവചനം പറയുമ്പം അതെടുത്ത് നിങ്ങൾക്കൊരു ദോഷവും വരികയില്ല. നിങ്ങൾ പോകുന്നിടത്തെല്ലാം ദൈവം കൂടെ ഇരിക്കും. ഇന്ന് മിക്ക പാട്ടുകാരുണ്ട് വേറെ പുസ്തകമൊന്നും കൊണ്ടുപോയി ഇങ്ങനെ കാള കളിച്ചങ്ങ് നടക്കുക. ഇതൊരു ശുശ്രൂഷയാണ്. ഈ കുഞ്ഞുങ്ങളെ ചെയ്യുന്നൊരു വലിയ വലിയ ശുശ്രൂഷയാണ്. ഈ വാദ്യോപകരണങ്ങൾ വായിക്കുന്നത് ഒരു ശുശ്രൂഷയാണ്. ഈ വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ശുശ്രൂഷയാണ്. കാരണം ദൂരത്തിരുന്ന് അനേകർ ഇത് കേൾക്കുക. ആരെങ്കിലും ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ വലിയ ശുശ്രൂഷയാണ്. സ്തോത്രം. ഈ പന്തലിൽ വന്നിരിക്കുന്നതും സമീപത്തൊക്കെ നിന്ന് കേൾക്കുക, ഇതെല്ലാം ശുശ്രൂഷയുടെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും, ഈ അമ്മ കുറേ നേരമായിട്ട് കിടന്ന് കറങ്ങാന്നില്ല, തള്ള അവിടെ ഇരിക്കേ, ഉമ്മ കിടന്നങ്ങ് കറങ്ങ കുറേ നേരമായില്ല, എന്നെ പാമ്പിനെ തപ്പും പോലെ തപ്പുന്നത്. അവിടെ ഇരിക്കമ്മേ. എന്നെ വല്ലതും കാണാതെ പോയോ? അവിടെ ഇരി. ഉമ്മ കുടച്ചക്കറം കറങ്ങും പോലെ കിടന്ന് കുറേ. അപ്പൊ ശ്രദ്ധിക്കുക, 21 ലേഖനങ്ങളും ഉപദേശയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ ഉപദേശ വിഷയങ്ങൾ. ഒടുവില് വെളിപ്പാട് പുസ്തകമാണ്. വെളിപ്പാട് പുസ്തകം കേൾക്കുമ്പോൾ അറിയാമല്ലോ. വെളിപ്പാട് പുസ്തകം
സ്തോത്രം. ആരുടെ വെളിപ്പാടാ? യോഹന്നാന്റെയോ? ഒന്നാം വാക്യം വായിച്ചു ദൈവദാസനെ, മൈക്കിൽ കൂടെ വായിച്ചു. വെളിപ്പാട് 1:1. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. അല്ല, കൂടാരപ്പള്ളി തൊമ്മന്റെ വെളിപ്പാടല്ല. തൊമ്മന്റെ വെളിപ്പാട് കിട്ടിയ പുള്ളിക്കാരെല്ലാം കുഴഞ്ഞു. തൊമ്മനും കുഴഞ്ഞു. ഇന്നമ്മയുടെ വെളിപ്പാടും ബേവുകുട്ടിയുടെ വെളിപ്പാട് വന്നില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ഞാനെപ്പോഴും പറയും, വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയവും യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. 144 അല്ല, 2 സാക്ഷികളുമല്ല, സൂര്യനെ അണിഞ്ഞ സ്ത്രീയുമല്ല, പുതിയ യെരൂശലേമുമല്ല, കുഞ്ഞാടിന്റെ കല്യാണവുമല്ല, മഹോദരവുമല്ല. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. പല ആൾക്കാരും ഈ വെളിപ്പാടിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. കൊടുക്കുന്നതെല്ലാം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം. അത് കേൾക്കാനും ആൾക്കാർ മൃഗം ആരാ, മൃഗം കേൾക്കുമ്പോൾ അറിയാമല്ലേ മൃഗമാണെന്ന്. 10 കൊമ്പ് എന്നതാ, അതിനിടയ്ക്ക് ഒരു ചെറിയ കൊമ്പ്. ഈ കൊമ്പും മാലും കാലും നാഗവും പറഞ്ഞു നടക്കാതെ ഏറ്റവും വലിയ വെളിപ്പാട് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ഇതല്ലേ വെളിപ്പാട് യേശുക്രിസ്തുവിന്റെ? അതെന്തുവാ വെളിപ്പാട്? അയ്യോ, യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിൽ കിടന്ന ആ വെളിപ്പാട് കണ്ടല്ലോ, തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുയേശുവിന്റെ വെളിപ്പാട്. എല്ലാ വാക്യങ്ങളും എടുപ്പിക്കുന്നില്ല. ആ കർത്താവ് അവൻ പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. 9-ാം വാക്യം മുതൽ കർത്ത ദിവസത്തിൽ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ ഞാൻ തിരിഞ്ഞു. 13-ാം വാക്യം തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ, ആ നിലവിളക്ക് നടുവിലാ, കിഴക്കല്ല, നടുവിലാ. ആരാ? യേശുക്രിസ്തു. തങ്കച്ചാ പ്രാർത്ഥിച്ചാട്ടെ. എന്നോടാര് പറഞ്ഞു കിഴക്കോട്ട് തിരിയാൻ? എടാ പൊട്ടാ, കിഴക്കോട്ട് നോക്കുന്നത് സൂര്യനെ ആരാധിക്കുന്നതാ. അറിയാമല്ലോ, ഞാനൊന്നും വിവരിക്കണ്ട. കർത്താവ് നടുക്ക ആ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെണ്ണയും കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും വെള്ളോട്ടിന് സദൃശ്യവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവൻ ഉച്ചക്കധീരവൻ ഉജ്വലനനനനെ ധീരവൻ പോലുജ്വലനനനെ കജം വെളുത്തവനെ ജ്വാലാഗ്നിലോചനനെ കജം വെളുത്തവനെ സർവപാപ
സർവ പാപ വിദൂര ജയിക്കാം. എക്ലീശയ്ക്ക് പ്രേമ വിഗ്രഹമായവനെ, എക്ലീശയ്ക്ക് പ്രേമ വിഗ്രഹമായവനെ, എക്ലീശയ്ക്ക് പ്രേമ വിഗ്രഹമായവനെ, മൽക്ലേശമാകനീക്ക് മൂക്യാശിസേകണമേ, മൽക്ലേശമാകനീക്ക് മൂക്യാശിസേകണമേ. ദേവകുമാര സർവ പാപ വിദൂര ജയിക്കാം. 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 കർത്താവിന് മഹത്വം കൊടുക്കുക. അപ്പോൾ വെളിപ്പാട് പുസ്തകം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ക്രിസ്തു. ഇങ്ങനെയാണ് ഈ പുസ്തകം പുതിയ നിയമം തരംതിരിച്ച് വേഗത്തിലൊന്ന് പഠിപ്പാൻ ഇടയാകുന്നത്. അതെ, ഓർപ്പിച്ചല്ലോ, ആദ്യത്തെ പുസ്തകം സുവിശേഷ പുസ്തകങ്ങളാണ്. അത് യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. എല്ലാ ഇടങ്ങളിലും പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിച്ച് പറയുക. എന്തുവാ സുവിശേഷം? ഓടിച്ച് പറയാം, അത് യേശു ക്രിസ്തുവാണ്. 8-ാം വാക്യം എല്ലാവർക്കും മനപാഠമാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു കൊള്ളുക, അതാ സുവിശേഷം. അപ്പൊ സുവിശേഷം മതം മാറ്റമല്ല, സഭ മാറ്റുക ഉണ്ടാക്കുകയല്ല, അടിപിടി കൂട്ടുന്നതല്ല. ഈ സഭയിരിക്കുന്ന പുള്ളിയെ പൊക്കിയെടുത്ത് ആ സഭയെ വെക്കുകയല്ല. ചൊറുകണ്ണ എവിടെ കൊണ്ടുവച്ചാലും ചൊറിയും. സഭ മാറ്റുന്ന കാര്യമല്ല ഈ സുവിശേഷം. നാട്ടുകാരുടെ സൗകര്യം കെടുത്തുന്നതുമല്ല സുവിശേഷം. റോഡ് ബ്ലോക്ക് ചെയ്യുന്നതാണോ? അതൊന്നുമല്ല. വെളുപ്പിനെ മുതൽ അങ്ങ് അലക്കുക, അതാണോ സുവിശേഷം? അല്ല. പാതിരാത്രി ആയാലും ചിലടത്ത് നിർത്തുന്നില്ല, അതൊന്നും അല്ല സുവിശേഷം. റോഡ് ബ്ലോക്ക് ചെയ്യുക, റോഡ് ബ്ലോക്ക് ചെയ്യുന്നതല്ല സുവിശേഷം. നാട്ടുകാരുടെ സൗകര്യം കെടുത്തുന്നതുമല്ല, ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി മതത്തിൽ ചേർക്കുന്നതല്ല സുവിശേഷം. തോക്ക് ചൂണ്ടിയച്ച് ചേരടാ ഞങ്ങളുടെ മതത്തില്ലേ നിന്നെ കാച്ചിക്കളയും, അതല്ല സുവിശേഷം. സുവിശേഷത്തിന്റെ വിശേഷതയുണ്ട്, ഞാൻ പറയാം. അപ്പൊ സുവിശേഷം യേശു ക്രിസ്തുവാണ്. ഒരു മതത്തിന്റെ, ഒരു സംഘടനയുടെ, സഭയുടെ ആളല്ല യേശു. അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാണ്. എല്ലാവരുടെയും ദൈവമാണ് യേശു ക്രിസ്തു. അപ്പൊ എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? തീത്തോസിന്റെ ലേഖനം മനപാഠമാണല്ലോ. സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സകല ആൾക്കാരും രക്ഷപ്പെടണം. അതിനാണ് സുവിശേഷം. 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, 1/2 മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊടുക്കണ്ട. ഹൃദയം കർത്താവിന് കൊടുക്കുക. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശു എന്നെ രക്ഷിക്കണം, ഇന്ന് രാത്രി എൻ്റെ ഉള്ളത്തിൽ വരണം, അവിടുത്തെ മകനാക്കി മകളാക്കി തീർക്കണം. ആര് യേശു രക്ഷിക്കും. ദൈവത്തിന് മഹത്വം. അപ്പോൾ സുവിശേഷം യേശു. 2 പേരോട് നല്ല ഈ അന്തരീക്ഷത്തിൽ ഇരുന്ന് കളിപ്പിക്കണം. അതിന് തന്നെ വന്നതാ. പിള്ളേരെ കളിപ്പിച്ചു, ഞാൻ കണ്ടതില്ല. പിന്നെ എവിടെങ്കിലും വന്നിരിക്കുന്ന കാര്യം. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം യേശു ക്രിസ്തു. സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരായി സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. 49-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭ വാക്യത്തിൽ അങ്ങനെ സ്പഷ്ടമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു തരും. കാരണം ഞാൻ ഈ വാക്യം നിങ്ങൾ വായിച്ചില്ലെങ്കിലും, അല്ലെ ഇവർ വായിച്ചില്ല, പറഞ്ഞു വരുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട ചില വാക്യങ്ങൾ ഇത് പറഞ്ഞേച്ചു. അപ്പം മനപാഠമാണ്. പിന്നെ ഇത് വായിപ്പിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ 2-3 കാര്യമുണ്ട്. അതുകൊണ്ട് അതെന്നാന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇത് വായിക്കുന്നവർ ഭാഗുന്നവരും, അതുകൊണ്ടാണ് ഇത് വായിപ്പിക്കുന്നത്. പ്രമാണിക്കുന്നവർക്ക് പിന്നെ ഭാഗ്യത്തിൻ്റെ അയ്യരുകളിയാണ്, അതവിടെ നിൽക്കട്ടെ. പിന്നെ 2, ഇത് വായിപ്പിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, ചില ആൾക്കാർ പറയാറുണ്ട് അയാൾക്ക് വിവരവും ബോധവും ഉള്ളവനല്ല, അയാൾ വായി വരുന്നതല്ല വിളിച്ചു പറയും. അപ്പം അത് വിളിച്ചു പറയുന്നത് തന്നെയാണ് ഇതിനകത്തുള്ളതാണെന്ന് അറിയാനാണ് വായിപ്പിക്കുന്നത്. ഈയിടെ ഒരാൾ പറഞ്ഞ അയാൾക്ക് വിവരവും ബോധവും ഒന്നും ഉള്ളവനല്ല. അത് സത്യമാണ്.
അയാൾ വായി വരുന്നതെല്ലാം വിളിച്ച് കൂവുമെന്ന്. അപ്പം വായി വരുന്നത് എന്നതാന്ന് ഇതിനകത്തുള്ളതാന്ന് ഈ പറഞ്ഞ ആൾക്കാരോട് ബോധ്യം വരണം. അതിനായി ഇനിയും വായിച്ചോ 49:1. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. ഏത് കേൾക്കണം? സുവിശേഷം കേൾക്കണം. സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. എല്ലാവരും ഇത് ചെവിക്കൊള്ളണേ. അപ്പൊ കേൾക്കാൻ കൊള്ളാവുന്നതാ സുവിശേഷം. കേട്ടിരിക്കാൻ കൊള്ളാം. മറ്റു കാര്യങ്ങളെല്ലാം എല്ലാവരോടും ഒന്നിച്ചിരുന്ന് കേട്ടിരിക്കാൻ ഒക്കത്തില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ? ബ്രദർ ഒന്ന് മാറിയാട്ടെ, ഞാൻ പാസ്റ്ററോട് 1-2 കാര്യം. അപ്പം ബ്രദർ കേൾക്കാൻ പറ്റാത്ത കാര്യമാ. പ്രായമുള്ള അമ്മമാരൊക്കെ എന്തുവാടി മൂത്തവർ വർത്താനം പറഞ്ഞതിൻ്റെ കീഴേ കയറിയിരുന്ന് എന്നാ കേൾക്കാൻ. അപ്പം മൂത്തവർ അത്രയൊക്കെയാ പറയുന്നത്. കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത കാര്യം. ഇപ്പം കൊച്ചുങ്ങൾ നേരെ തിരിച്ചു. അമ്മച്ചി എന്നാ കേൾക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ കൊച്ചുങ്ങൾ ഇപ്പം നേരെ തല തിരിഞ്ഞു. അപ്പം ഇവിടെ അന്യോന്യം പറയുന്നതൊക്കെ എല്ലാവർക്കും കൂടെ കേട്ടിരിക്കാൻ പറ്റാത്ത കാര്യമാണ്. കേട്ടില്ലേ? ഫോൺ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പിന്നെ വെച്ചാൽ അവള് വരുന്നു കേട്ടോ, പിന്നെ വിളിക്കും. അപ്പം അവൾക്ക് കേൾക്കാൻ പറ്റാത്തതാ എവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവളും അതൊക്കെ തന്നെ പുതപ്പിനടിയിൽ കിടന്നില്ലയോ അവൾ ഫോൺ ചെയ്തത്. അവന് പിന്നെ അടിച്ചം കയറി അടി ചെയ്ത് വായിച്ചില്ലേ? അപ്പൊ ഇവിടെ അന്യോന്യം പറയുന്നതും സംസാരിക്കുന്നതെല്ലാം എല്ലാവർക്കും കേൾക്കാൻ പറ്റാത്തതാ. പക്ഷേ ഇന്ന് രാത്രി എല്ലാവർക്കും കേൾക്കാൻ പറ്റാവുന്ന ഒരേ ഒരു വാർത്ത, അത് സുവിശേഷമാണ്. തേണ്ടിരിക്കുന്ന പിള്ളേരും എല്ലാം അപ്പനും അമ്മയും വല്യപ്പനും വല്യമ്മയും പിള്ളേരും മക്കളും പാസ്റ്ററും സെക്രട്ടറി പാട്ടുകാരും എന്ന് വേണ്ട എല്ലാ തുറകളിൽപ്പെട്ടവർ ഇരുന്ന് കേൾക്കുകയല്ലേ. വാഹനം ഓടിക്കുന്നവർ ആണ്ട് വാഹനത്തെ ചാരി നിൽക്കുന്നു, ആണ്ട് ചെടിക്ക് മറഞ്ഞു നിൽക്കുന്നു, ആമന് സ്വന്തം പുറകെ നിൽക്കുന്നു, ഇരുട്ടത്തിരിക്കുന്നു. ചിലപ്പോൾ വണ്ടിക്കകത്തും ആൾ കാണും. അത് അവിടെ ഇരുന്നോ, ഇനി എഴുന്നേറ്റ് വരണ്ട, ഏതായാലും പെട്ടെന്ന് നിർത്താം. കർത്താവിന് മകത്ത് എല്ലാവർക്കും കേൾക്കാൻ പറ്റാവുന്നതാ സുവിശേഷം. വീടുകളിലിരുന്ന് കേൾക്കുന്നവരുണ്ട്. ടെറസിന്റെ മണ്ടയിൽ നിന്ന് ചിലപ്പോൾ കേൾക്കും. ഇരുട്ടത്ത് നിന്ന് വെട്ടത്ത് വന്നാൽ കാണുമല്ലോ, നിക്കോദോമസ് വന്നതുപോലെ ആയിക്കോട്ടെ. എന്നാലും കേൾക്കുന്നുണ്ടല്ലോ. എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്ന നല്ല വാർത്തയാ സുവിശേഷം. ഇത് കേൾക്കുന്നവർക്കെല്ലാം അനുഗ്രഹമാ, കേട്ടവർക്കെല്ലാം അനുഗ്രഹമാ, ഇത് ഏറ്റെടുത്തവർക്കെല്ലാം വിടുതല. ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കും. അതിന് യാതൊരു തർക്കവുമില്ല. എല്ലാവരും കേൾക്കണം. സകല ജാതികളും ദൈവത്തിന്റെ മഹത്വം. എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്ന ചെയ്തേച്ച് തിരിച്ചു വരുമോ? അയ്യോ ചെന്ന് പ്രാർത്ഥിക്കണ്ടെന്നെ പ്രാർത്ഥിക്കാം. വീടരുത് എല്ലാം പെരുവൊക്കെ ഇടാം. ചെരുപ്പിട് കാല് ഞാൻ പിടിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവരും കേൾക്കാൻ കൊള്ളാവുന്ന വാർത്ത ആ സുവിശേഷം. ദൈവത്തിന്റെ മഹത്വം. ഓടിച്ചു പോകാം. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകലരും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? എല്ലാവരും കേൾക്കണം. 3, എന്തുവാ ഈ സുവിശേഷത്തിന്റെ വിശേഷത? സുവിശേഷത്തിന് വിശേഷതയുണ്ട്. എന്തുവാ ഇതിന്റെ വിശേഷത? 3 കാര്യം ഇപ്പൊ പറയാം. സുവിശേഷത്തിന്റെ വിശേഷത അത് 1 റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം ഇത് വായിച്ചേ. എല്ലാ അറിവുള്ള വാക്യമെങ്കിലും ഒന്ന് വായിപ്പിക്കുന്നതേ ഉള്ളൂ. വായിച്ചു. റോമർ 1:16. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകും. അപ്പൊ ശ്രദ്ധിക്കുക, ഒറ്റ വാക്കി പറയാ. സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കുന്ന മാർഗമാ സുവിശേഷം. അതാ നശിപ്പിക്കുന്ന മാർഗമല്ല, തകർക്കുന്ന മാർഗമല്ല, മുടിച്ചു കളയുന്ന മാർഗമല്ല, വകവരുത്തുന്ന മാർഗമല്ല സുവിശേഷം. സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. മറ്റുള്ളവന്റെ പെടലി വെട്ടിക്കൊണ്ട് വാന്ന് പറയുന്ന മാർഗമല്ലെന്ന് സുവിശേഷം. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അവന്റെ പെടലി എടുത്തോണ്ട് വാ വത്സ, ഞാൻ നിന്നിൽ. വത്സൻ അന്നേരം ആളുമായിട്ട് ഇറങ്ങി. കാണുന്നവന്റെ എല്ലാം പെടലി. ഇതാരുടെയും പെടലി എടുക്കുന്നതല്ല. ഇത് രക്ഷ തരുന്ന മാർഗമാണ്. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേച്ചു താൻ വഴിയേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേച്ചു താൻ വഴിയേ. ഓ മരുവീ നല്ല സമയം വൃഥാവ
പിതാവാകാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഈ നല്ല സമയം വൃഥാവാകാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. 5 പൈസ കൊടുക്കണ്ട, കാശ് മുടക്കണ്ട, മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊണ്ട് കൊടുക്കണ്ട. ഇന്ന് രാത്രി ഇരിക്കുന്നിടത്ത് കേൾക്കുന്ന കിടത്തിരുന്ന ഒറ്റ വാക്ക് പറ, യേശുവേ എന്നെ രക്ഷിക്കണം. ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. അപ്പൊ സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. 2, എന്താ സുവിശേഷത്തിന്റെ വിശേഷത? എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ തിരുവെടുത്ത് ദൈവദാസനെ ഒന്ന് വായിച്ചു. 6:14 അറിവുള്ള വാക്യമെങ്കിലും ഒന്ന് വായിച്ചു. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും. അടുത്തത് സമാധാന സുവിശേഷത്തിന് സമാധാന സുവിശേഷം. അപ്പൊ എന്തുവാ ഈ സുവിശേഷത്തിന്റെ വിശേഷത? ഇത് സമാധാനം തരുന്ന മാർഗമാണ്. ഇന്ന് രാത്രി സമാധാനമില്ലാതെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥത്തിന്റെ ഒക്കെ പുറകെ പോകുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളോട് ഇന്ന് രാത്രി പറയാനുള്ളത്, ആമേൻ സ്തോത്രം, മദ്യവും മയക്കുമരുന്നും മറ്റ് ലഹരി പദാർത്ഥങ്ങളല്ല നിത്യസമാധാനം തരുന്നത്. നിനക്ക് സുവിശേഷം സമാധാനം തരും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കയ്യിലോട്ട് മോനെ ഒന്ന് പിടിച്ചു കയറ്റി കഴിഞ്ഞോട്ട് മുമ്പേ വന്നേ ഓടിവാ. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷത്തിന്റെ വിശേഷത 2, ഇത് സമാധാനം തരുന്ന മാർഗമാണ്. ഇന്ന് രാത്രി സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ആരെങ്കിലും നിരാശ കൊണ്ട് പടുകുടിക്കൽ കിടക്കുന്നെങ്കിൽ ആത്മഹത്യ പരിഹാരമല്ല, നാടുവിടുന്ന പരിഹാരമല്ല, വിഷം കഴിക്കുന്ന പരിഹാരമല്ല, അവന് സ്തോത്ര ജീവിതം ഒടുക്കുന്നത് പരിഹാരമല്ല. പരിഹാരം യേശുവിലുണ്ട്. ഈ സുവിശേഷം നിനക്ക് സമാധാനം തരും. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെയും കയ്യിൽ കൊടുത്ത ഈ മൈക്ക് അവർ പറയും, ഒരു കാലത്ത് സമാധാനമില്ലായിരുന്നു, യേശു ഉള്ളത്ത് വന്ന് സമാധാനമുണ്ട്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരുടെ കയ്യിൽ കൊടുത്ത അമ്മമാർ പറയും, എൻ്റെ പൊന്നു ദൈവമേ, എൻ്റെ സഹോദരന്മാരെ, അമ്മയ്ക്ക് പിന്നെ പറയാൻ അതിൻ്റെ മട്ട വർഗത്തിലെന്നുള്ള മട്ട പറയാമെങ്കിൽ അമ്മ വെച്ച് പെരുക്കും. എന്തുവാ പറയുന്നത്? അയ്യോ, വെച്ച കഞ്ഞി പോലും കുടിക്കാതെ ആമൻ കുടിച്ച് കൂത്താടി 4 കാലിൽ ആമൻ സ്വന്തം വസ്ത്രം പോലും ഇല്ലാതെ വന്ന് എൻ്റെ മുടിക്കുത്തിന് പിടിച്ച് കുനിച്ച് നിർത്തി കിടിച്ച് കൊച്ചുങ്ങൾ മേടിച്ച് കട്ടിലിനടി കയറി നാട്ടുകാരോട് വന്ന് വീട്ടുകാർ വന്ന് ആമൻ അമ്മ തലയെ കൈ വെച്ച് പ്രാഗിയത്, അയ്യവേ ഈ കാലൻ്റെ തലയിൽ വെള്ളിടി വെട്ടണേന്ന്. വെട്ടിയൊന്നുമില്ല, സ്തോത്രം, അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്. ഉണ്ട്. സ്വസ്ഥത കിടുമ്പോൾ പറയത്തില്ലയോ? ഉപദ്രവിക്കത്തില്ലയോ ചിലരെ? സഹോദരിമാർ നിന്ന് തല്ല് മേടിക്കുക. ഞങ്ങളുടെ ഒരു അമ്മാമ്മ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു തല്ല്, പിന്നെ എന്നെ ഒരടി ഞാനും ഒരടി, പിന്നെ ഇന്ന് വരെ അടിച്ചിട്ടില്ല, ഞാനും അടിച്ചിട്ടില്ലെന്ന്. അല്ല എന്നോട് പറഞ്ഞതാ. കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോളേ അയാൾ ഒരടി തലക്കുന്ന ആക്കുള്ള തള്ളയാ. എന്നെ ഒരടി ഞാനും തീർത്തൊരടി കൊടുത്തു. പിന്നെ അടിച്ചിട്ടില്ല, ഇന്ന് വരെ അടിച്ചിട്ടില്ല, ഞാനും അടിച്ചിട്ടില്ല. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ. ഞാൻ ചോദിച്ചു പിന്നെ മേല് നോക്കുമ്പോൾ പിന്നെ തല്ലായിരിക്കുമെന്ന്. അയാളെ ജനിപ്പിച്ച് വളർത്തിയതുപോലെ എൻ്റെ അപ്പനും എൻ്റെ അമ്മയും. ന്യായമല്ലേ? ന്യായമാ. അവര് സ്ത്രീയാന്നേ ഉള്ളൂ, മറ്റത് പുരുഷനാന്നേ ഉള്ളൂ. ഇങ്ങനെ അപ്പനും അമ്മയും ജനിപ്പിച്ച് അമ്മ നൊന്ത് പ്രസവിച്ച് വളർത്തിയതുപോലെ തന്നെ അവരെ വളർത്തിയത്. പിന്നെ തള്ളയാനാ പറഞ്ഞു, എനിക്കൊരു ഒറ്റ അടി അടിക്കുക, ഞാനും ഒരടി കൊടുത്തെന്ന് പറഞ്ഞു. അന്നുകൊണ്ട് ഞങ്ങൾ 2 പേരും പിന്നെ എന്നെ ഇതുവരെ തല്ലിയിട്ടില്ല. ഇപ്പം 40 കൊല്ലമാകുന്നു. രോമൻ ഭാഷ എന്നെ ഇങ്ങനെ തുറച്ച് നോക്കുന്നത്. അയ്യോ, തള്ള പറഞ്ഞ കാര്യമാണ്. ഈടെ ഞാൻ കണ്ടു തള്ളേ മൂപ്പ. അപ്പോൾ സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. അതാ സുവിശേഷം. ഈ അമ്മമാരുടെ കയ്യിൽ ഇപ്പോൾ ഈ മൈക്ക് കൊടുത്ത അമ്മ പറയും, എൻ്റെ ദൈവമേ, ഒരു കാലത്ത് സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, പിള്ളേർക്ക് വിഷം കൊടുത്ത് പിള്ളേരെ കൊണ്ട് ഞാകണമെന്നോർത്തതാണ്. പക്ഷേ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ സമാധാന സുവിശേഷം എത്തിയത്. ഇടമ്പലം നോക്കാതെ കയറി ഏറ്റെടുത്തു. അതുകൊണ്ട് ഇന്ന് രാത്രി അമ്മയ്ക്കും സമാധാനമായി, കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ടു, ആ കുടിയനും വെറിയനുമാകുന്ന അങ്ങേരും രക്ഷിക്കപ്പെട്ടു. എത്ര സമാധാനമായി ഇപ്പം വീട്ടിൽ. ഇത് സമാധാനം തരുന്ന മാർഗമാണ് സുവിശേഷം. ആണ്ടിരിക്കുന്ന മാണിച്ചൻ ചോദിച്ചു നോക്ക്, മാണിച്ചനെ സ്തോത്രം പുറകിരിക്കുന്നതേ ഉള്ളൂ. കാര്യം ഇപ്പം പറഞ്ഞു തരും. സമാധാനം നേരത്തെ എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാന്ന്. അമ്മാമ്മയോടും പിള്ളേരോടും ചോദിച്ചു, എന്തിയാ ഗനസെന്തിയാ പിന്നെയും പോയോ ലണ്ടനിലെ കല്യാണം കണ്ടായെന്നും പറഞ്ഞു. ആട്ടെ,
ഇത് സമാധാനം തരുന്ന മാർഗമാണ്. യേശു നായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലരും മനമേ എന്തിനാകുലം കലരും മനമേ യേശു നായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലരും മനമേ എന്തിനാകുലം കലരും മനമേ. ശ്രദ്ധിക്കുക, എന്തുവാണ് സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. 5 പൈസ കൊടുക്കണ്ട, കാശ് കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട, ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി, നിന്നെ രക്ഷിക്കും. 2, ഇത് സമാധാനം തരുന്ന മാർഗമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന സമാധാനമാണ്. ഒരു കുടുംബത്തിൽ ഈ സുവിശേഷം എത്തിയാൽ കുടുംബത്തിന് സമാധാനമാണ്. ഒരു ദേശത്ത് ഈ സുവിശേഷം എത്തിയാൽ ദേശത്തിന് സമാധാനമാണ്. ഒത്തിരി ദൂരോട്ടൊന്നും പോകണ്ട. ചില പ്രസംഗി പറയും ഓസ്ട്രേലിയയിലെ കാര്യം, ലണ്ടനിലെ കാര്യം, പിന്നെ പറഞ്ഞോ കുഴപ്പമില്ല, എന്തിനാ അവിടം വരെ പോകുന്നത്? അവിടെ തിരുവനന്തപുരം ചെങ്കൽച്ചൂളയിലോട്ട് ചെന്നേ. ഒരു കാലത്ത് പോലീസുകാർക്ക് പോലും അതിനകത്ത് കയറാൻ പറ്റുന്നില്ല. പക്ഷേ അനേകരവിടെ ഈ സമാധാന സുവിശേഷം ഏറ്റെടുത്തു. എന്ത് സമാധാനമാണ് അതിനകത്ത്. ഇപ്പം പിന്നെ സഭക്കാരെല്ലാം കൂടെ കയറി കുരുക്കൊപ്പിച്ചിട്ടുണ്ട്. ചർച്ച കോട്ട, IPC, അസംബ്ലീസ് കോട്ട, ചാരോന്, സകല ഗുണ്ടാമണ്ടിയും കയറി ഒന്നിനൊന്നിനെ കണ്ടുകൂടാ കുരുക്കൊപ്പിക്കില്ലേ. നല്ല കാര്യമല്ലല്ലോ ഈ പറയുന്നത് എന്ന്. അവനോട് മിണ്ടരുത്, അവനെ കയറ്റരുത്, ആ ഏരിയയിൽ പോരുത്, ഇത് സെൻറ്റർ, ഇപ്പുറത്തെ നോർത്ത്, അപ്പുറത്തെ സൗത്ത്, അത് ബെസ്റ്റ്, ഇത് നിൻ്റെ കുന്തം. ചുമ്മാ മനുഷ്യനെ ഇട്ട് ഉടക്കി നശിപ്പിച്ച്. ഞാൻ കള്ളവല്ല സ്റ്റീവൻ പാസ്റ്ററെ പറയുന്നത്. എൻ്റെ തർക്കം വല്ലതും ഉണ്ടോ? ഇത് അലോഗ്യം ഉണ്ടാക്കുന്ന മാർഗമല്ല, ഇത് സമാധാന സുവിശേഷമാണ്. ആ ചെങ്കൽച്ചൂളയിൽ ഒരിക്കൽ ഒരു കാലത്ത് പോലീസുകാർ പോലും കയറുകയില്ല, പേടിയാ, ഭയമാണ്, എല്ലാവർക്കും ഭയമാണ്. പക്ഷേ ആ സ്ഥലത്ത് അനേകരെ യേശു രക്ഷിച്ചു. അനേക സഹോദരി സഹോദരന്മാർ സത്യത്തിൻ്റെ സാക്ഷികളായി. പല സന്ദർഭത്തിൽ അവിടെ പോയി കർത്താവിനെ സാക്ഷിപ്പാൻ എനിക്കും ദൈവം അവസരം തന്നിട്ടുണ്ട്, ഇപ്പോഴും വിളിച്ചിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. സമാധാനം തരുന്ന മാർഗമാണ് സുവിശേഷം. ദൈവത്തിന് മഹത്വം. അതുകൊണ്ടാണല്ലോ നമ്മളാരും ആ സെക്രട്ടേറിയറ്റിൻ്റെ വാർഡൊക്കെ പോയി സമരമൊന്നും. ഇപ്പം ചിലരൊക്കെ സമരത്തിന് ഇറങ്ങാൻ ഞങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ തൊടുവെന്ന ആ പുസ്തകത്തിൽ വാക്യം തൊടുവെന്ന് മാത്രമാണോ? എറിഞ്ഞൂപ്പാട് വരുത്തി കൊന്നതാ, അതാ മാർഗം. അന്നേരം നമ്മൾ പറയാം ഞങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ മക്കളി പട്ട് കേസിനെയൊക്കെ എന്നാ ചെയ്യാൻ. സഖിച്ചവരും കല്ലേറാട്ടിക്കൊണ്ടു മരിച്ചവരന്ന് മിശിഹായോടു വാഴുമനാട്ടിൽ കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറാട്ടിക്കൊണ്ടു മരിച്ചവരന്ന് മിശിഹായോടു വാഴുമനാട്ടിൽ മഹോന്നതനെ മഹോന്നതനെ കൈയടിച്ചു പാട്. പ്രേമകാന്തനെ കാണാൻ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാൻ പ്രേമകാന്തനെ കാണാൻ. ദൈവത്തെ ബന്ധപ്പെടുത്ത്. അപ്പൊ എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, ഇത് രക്ഷ തരുന്ന മാർഗമാണ്, രക്ഷിക്കുന്ന മാർഗമാണ്. 2, ഈ സുവിശേഷം സമാധാനം തരുന്ന മാർഗമാണ്. മതസ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന മാർഗമല്ല സുവിശേഷം.
ഞങ്ങളെ ക്രിസ്ത്യാനികൾ, അവർ ഹിന്ദുക്കൾ, മറ്റവരെ മുസ്ലിം, അവർ ബുദ്ധര്, അവർ ജൈനര്, ഇവര് പാഴ്സി, അതുകൊണ്ട് അവൻ്റെ പടലി വെട്ടണം, ഇവനെ കാച്ചിക്കളഞ്ഞേക്കണം. അല്ലല്ലല്ല, സുവിശേഷം ഇതൊന്നും അല്ല. സുവിശേഷം സമാധാനം തരുന്നതാണ്. അവരനെ ഇതര മതസ്ഥനെ വകം വരുത്തണമെന്ന് പറയുന്ന മാർഗമല്ല സുവിശേഷം. നീ ഇത്ര പേരെ കൊന്ന് ചങ്ങ് സ്വർഗത്തിലോട്ട് വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കനപ്പിക്കാന്ന്, പോടാ. എടാ, ഇത് കൊല്ലുന്ന മാർഗമല്ല, മരിച്ചവനെ ഉയർപ്പിച്ച മാർഗമാണ്. യോ മരിച്ച ചെറുക്കനുമായിട്ട് തള്ളയും കരഞ്ഞു വരിക, യേശു അങ്ങോട്ട് എന്താ അറിയാമല്ലോ, മഞ്ചത്തെ തൊട്ടപ്പം കണ്ട് ചെറുക്കൻ കണ്ണ് ചിമ്മി ചാടി എഴുന്നേറ്റു. ഇന്നത്തെ രോഗശാന്തി വരെ പ്രാപ്തന്മാരെന്ന് അവനെയും കൊണ്ട് പോയാലും തള്ള നോക്കി നിൽക്കുകയുള്ളൂ എൻ്റെ കൊച്ചനെ. അവൻ പിന്നെ നാമ്പടത്ത് സാക്ഷി പറഞ്ഞു. അപ്പോൾ ചെന്നു, ബ്രദറിന് എന്തോ സംഭവിച്ചു പറഞ്ഞു. എന്നാ സംഭവിച്ചു, ഞാൻ അന്തം വിട്ടിരിക്കുക, എന്നാ സംഭവിച്ചത്. ഉടനെ അവനെ പിന്നെ കൊട്ടാരക്കരയെ സാക്ഷി പറയിപ്പിച്ച് കോഴിക്കോട്ട് കൊണ്ടുപോയി തള്ള അവനെ കാണുമാക്കി. പിന്നെ മൊബൈലിൽ കൂടെ ഹായ് മോനെ, ഇപ്പോഴത്തെ കാലം അങ്ങനെ, കണി കാണാൻ പോലും തള്ളയ്ക്ക് വച്ചനം കിട്ടുകയില്ല. പക്ഷേ യേശു അങ്ങനല്ല. ഉയർത്തുടനെ അവനെ ഉയർപ്പിച്ചു പറഞ്ഞ് അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അല്ലാതെ അവനെ കൊണ്ട് നാട് മുഴുവൻ നടന്ന് സ്റ്റേജിലെല്ലാം കയറ്റി അവന് വെള്ളവും കഞ്ഞിയും കൊടുക്കാതെ. മനസ്സിലാകുന്നില്ലായിരിക്കും ഇല്ലയോ? 4 ദിവസമായി നാറ്റം വെച്ച ലാസർ പുറത്തു വരാൻ പറഞ്ഞു. ലാസറേ പേര് ചൊല്ലി വിളിച്ചില്ലെങ്കിൽ വേറെ കക്ഷികളും എല്ലാം കൂടെ വന്നേനെ. ഊടുപാടോ അയ്യരുകളിയായിരുന്നു, അടിയുടെ പെരുന്നാളായിരിക്കും. കാരണം മെനക്കിടക്കയാ കിടക്കുന്നത്. അങ്ങനെ എല്ലാം കൂടി ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ ലാസറിനെ. ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു, അവൻ ഉരകിയ ദൈവശം ഇന്ന് നിന്നിൽ മുഴങ്ങിടട്ടെ. ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു, അവൻ ഉരകിയ ദൈവശബ്ദം ഇന്ന് നിന്നിൽ മുഴങ്ങിടട്ടെ. കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ, കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ. യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ, മകത്വരത്തിനവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ, മകത്വരത്തിനവൻ എഴുന്നള്ളിയിടട്ടെ. സുവിശേഷം കൊല്ലുന്ന മാർഗമല്ല, ഉയർപ്പിക്കുന്ന മാർഗമാണ്. ഇത് സമാധാനമാണ്. സമാധാനം അലോഗ്യം ഉണ്ടാക്കിക്കുന്ന മാർഗമല്ല. പണ്ട് കാലത്തൊക്കെ ഇവിടെ അങ്ങനെയൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ മുറ്റത്ത് കയറരുത്, അവരുടെ പുരയിടത്തിൽ ചെല്ലരുത്, അവരുടെ തിണ്ണെ കയറരുത്, ഇന്ന പാത്രത്തിൽ വെള്ളം കൊടുക്കരുത്, റോഡിൽ കൂടെ നടക്കരുത്, തുണി നേരിടും ചൊവ്വിന് ഉടുക്കരുത്, പള്ളിക്കൂടത്തിൽ കയറ്റരുത്. അങ്ങനെയൊക്കെ ഒപ്പിച്ചു വെച്ചതാ. ഒന്നും അറിയാൻ മേല പാവത്തുങ്ങൾ. അമ്മമാർക്ക് അവയവത്തിന് കരം കൊടുക്കണം, പള്ളിക്കൂടത്തിൽ കയറ്റുകയില്ല, മാറുമറയ്ക്കാൻ അനുവദിക്കത്തില്ല, ജോലി ചെയ്താൽ കൂലി കൊടുക്കത്തില്ല, ആശുപത്രി കയറ്റി പരിശോധിപ്പിക്കത്തില്ല. ഇതെല്ലാം ദുഷ്കൃത്യങ്ങളാണ്. ഇതിനെല്ലാം മാറ്റം വന്നത് ഈ സുവിശേഷം വന്നതുകൊണ്ട്. സംസ്കൃതം ദേവഭാഷയാണ്. അത് അധസ്ഥത്തിന് അധകൃതം കേൾക്കരുത്, ഉച്ചരിക്കരുത്, നാക്ക് വിടുതെടുക്കണമെന്ന്. എന്നിട്ട് ഇപ്പം പറയാം നമ്മളെല്ലാം തിരിച്ചു ചെല്ലാൻ. എന്തോ കർവാപസി അങ്ങോട്ട് ഇനി വരാനോ പോടാ. അതിൻ്റെ ദൂരോട്ടൊന്നും പോകണ്ട. എൻ്റെ കാര്യം പറയാം. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ വല്യപ്പൻ്റെ അപ്പൻ ഇതുപോലെ വെള്ളത്തുണി എടുത്തുകൊണ്ടൊരു 120 കൊല്ലം മുമ്പ് നടക്കാനൊക്കുകയില്ലായിരുന്നു, നടത്തിക്കുകയില്ലായിരുന്നു. എന്തിനാ ദൂരോട്ട് പോകുന്നത്? ഇപ്പം താണ്ട് ഇഷ്ടം പോലെ വെള്ളത്തുണി ഇനി ഞാൻ കുറച്ചുകൂടെ മേടിക്കുന്നുണ്ട്. ഒരാൾ ചോദിച്ചു ഇത്രോ? ഞാൻ പറഞ്ഞു അതിൻ്റെ എല്ലാം കേട് തീർത്ത് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു. നിനക്ക് വല്ല ബോധമുണ്ടോ? ഈ വെള്ളത്തുണിയൊക്കെ വൃത്തിയായിട്ട് ഉടുക്കാൻ പഠിപ്പിച്ച മാർഗമാണ് സുവിശേഷം. ഞാൻ പറയാം ഇനി തിരിച്ചല്ല. എന്നതിന് നരഭോജികളെ
നരശ്രേകികളാം ഉത്തമ സോദരരാകുന്നു. നരഭോജികളെ നരശ്രേകികളാം ഉത്തമ സോദരരാകൂ. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തു സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തൂകി സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. ബൈബിള് കൊണ്ടുവന്നെങ്കിലൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. ഇതാ സുവിശേഷം. ദൈവത്തിന് മഹത്വം. മാന്യമായിട്ടും വീറും വൃത്തിയായിട്ട് ജീവിക്കാനും പഠിപ്പിച്ച മാർഗമാണ് സുവിശേഷം. ഇത് സമാധാനം തരുന്ന മാർഗമാണ്. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കണ്ട? സകല ജാതികളും കേൾക്കണം. എന്തുവാ സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, ഇത് രക്ഷ തരുന്ന മാർഗമാണ്. രണ്ട്, ഇത് സമാധാനം തരുന്നതാണ്. ഒരു കാര്യം ഇവിടെ പറഞ്ഞ ആ ഭാഗം വേണ്ട. സുവിശേഷത്തിന്റെ മൂന്നാമത്തെ വിശേഷത കൊലോസി ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ചേ. കൊലോസിലെ അറിവുള്ള വാക്യമാണ്, വായിച്ചു. കൊലോസ്യർ 1:3. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്ക് സ്നേഹത്തെ എല്ലാം വായിപ്പിക്കുന്നില്ല. അതിനകത്തൊരു പദമുണ്ട്. സുവിശേഷത്തിന്റെ മൂന്നാമത്തെ വിശേഷത ഇത് പ്രത്യാശ തരുന്ന മാർഗമാണ്. അതാ സുവിശേഷം. നമുക്ക് ഒരു കാലത്ത് എനിക്ക് നിങ്ങൾക്ക് ഒന്നും പ്രത്യാശയില്ല. അതല്ലേ പണ്ട് കാലത്തൊക്കെ. ഇപ്പം മരണ വീട്ടിൽ പോയാൽ അങ്ങനെ വലിയ അലപ്പറയും കരച്ചിലും ഒന്നുമില്ല. ദുഃഖമുണ്ട് എങ്കിലും നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ടൊക്കെ മരണ വീട്ടിൽ അപ്പം മരിച്ചു, അല്ലെ ഭർത്താവ് മരിച്ചു, അല്ലെ വേണ്ടപ്പെട്ട അഗാധമായ ദുഃഖമാണ്. പ്രത്യാശയില്ല. അതുകൊണ്ട് തന്നെ കുളിക്കത്തുമില്ല, പല്ലും തേക്കത്തില്ല. സഹോദരിമാരെ മുടിയെല്ലാം കീറി പറഞ്ഞെല്ലാം കിടക്കുക. നമ്മൾ പറയാം തങ്കമ്മേ പല്ല് തേക്ക, എന്നാ തുണിമ. ചില തള്ളമാരൊക്കെ മുറിക്കകത്ത് കിടന്ന് പാടിക്കരയുക. അതിന് ഞങ്ങളുടെ നാട്ടിൽ എണ്ണിക്കെട്ടി പദം പെറുക്കെന്നാ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതൊക്കെ ചെയ്ത തള്ളമാർ ഇതിനകത്ത് ചിലപ്പോൾ കാണും. അമ്മ കൈവക്കി. അതാ എനിക്കറിയാം. അങ്ങനല്ലേ അമ്മേ? എണ്ണിക്കെട്ടും അതാ പദം പെറുക്കുക എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന പുള്ളി ചെയ്ത കാര്യമെല്ലാം എടുത്തെടുത്ത് അങ്ങനെ പദം പെറുക്കി കരയും. ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മ കേട്ടിട്ടില്ലേ അമ്മേ? അയ്യോ പിന്നെ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഒരപ്പം മരിച്ചു കിടക്കുക. അപ്പൊ ഒരമ്മ കിടന്ന് കരയുക. അയ്യോ മിനിഞ്ഞാന്ന് രാത്രിയും വന്ന് ചോറ് മേടിച്ചു തിന്നതാന്നേ. ഇതാ അങ്ങനല്ലേ അമ്മേ ട്യൂണ്? അമ്മയ്ക്കറിയാം. അമ്മയ്ക്കും എനിക്ക് മാത്രമേ കാര്യം അറിയാവുള്ളൂ. അതാ. അപ്പൊ അന്ന് അതെന്നെ അങ്ങനെ കരയ്ക്കുന്നേ ദുഃഖമാ. അതിന്റെ കാര്യം കൂടെ പറഞ്ഞ പ്രത്യാശയില്ല. എന്നേക്കുമായിട്ട് ഈ പുള്ളി പോയിരിക്കുക. അതാ അങ്ങനെ അഗാധമായ ദുഃഖം. ഭർത്താവ് പോകുമ്പോൾ, മക്കൾ പോകുമ്പോൾ, ഭാര്യ പോകുമ്പോൾ അഗാധമായ ദുഃഖം. മോഹാലസ്യമൊക്കെ വരുന്ന കണ്ടിട്ടുണ്ട്. ഉടനെ മൊന്തക്കകത്ത് വെള്ളം കൊണ്ടുവന്ന്, ചിലതൊക്കെ കള്ളത്തരവാ. കണ്ണു വെച്ചവള് നോക്കുമ്പം മണ്ണ് തിന്നുകൊണ്ട് നിൽക്കുന്നു. അത് വേറെ കേസ്. നാളൊരു തള്ള 3-4 കവറെടുത്ത് വണ്ടിക്കകത്ത് വെച്ചേക്കുന്നു. ഞാൻ പ്രൈസറോട് പറഞ്ഞു, പോയ പോക്കിന്. അപ്പം പണ്ട് കാലത്ത് അഗാധമായ ദുഃഖമാണ്. പല്ലും തേക്കുകയില്ല, ഉളിക്കുകയില്ല, സങ്കടം കൊണ്ടാ. എന്നാ ആഹാരം വല്ലതും കൊണ്ട്. അപ്പം പ്രായമുള്ള ആൾക്കാർ എന്ന് പറയാം, എന്നെ ചിന്നമ്മേ നീ ഒരു ബിസ്ക്കറ്റേലും കഴിക്കട്ടെ, ഇന്നലെ രാത്രി മുതൽ നീ എന്നാണ് ചിന്നമ്മ. എൻ്റെ അമ്മാമേ ഈ കിടപ്പ് കണ്ട ഞാൻ എങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ലേ അമ്മേ? ഉണ്ട് പിന്നെ ഉണ്ടെന്ന്. അതെന്നാ കാരണം?
യാതൊരു പ്രത്യാശയില്ല. പക്ഷേ ഈ സുവിശേഷം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രത്യാശയുണ്ട്. എന്താ നമ്മുടെ പ്രത്യാശ? കാഹളം ധ്വനിക്കും, യേശു കർത്താവ് വീണ്ടും വരും. കാഹളം ധ്വനിക്കും. നമ്മെ വിട്ട് ക്രിസ്തുവിൽ മൺമറഞ്ഞ വിശുദ്ധന്മാർ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ ഉയർത്തു വരും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം ഉണ്ടാകും. രണ്ടു കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. സങ്കീർത്തനക്കാരൻ അലങ്കാര ഭാഷയിൽ കൊടുത്തിരിക്കുക അറിയാമല്ലോ. ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് പുറപ്പെട്ടു വരുന്നത് പോലെ കോടി കോടി വിശുദ്ധന്മാർ ഒന്നിച്ച് സമ്മേളിക്കുന്ന സുന്ദര സുദിനം. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ സുവിശേഷം പ്രത്യാശ തരും. അല്ലാതെ അപ്പം ചത്ത് കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അവിടെ ഇരുന്ന് പൂച്ച നിൽക്കുക. അയ്യോ അപ്പച്ചനാന്നാ തോന്നുന്നു. വാഴയില ആ കാറ്റത്തിണങ്ങുമ്പോ അമ്മയാന്നാ തോന്നുന്നത്. വാഴയില ഇങ്ങനെ കിടക്കുന്ന നമ്മ ഇരുട്ടത്ത് അമ്മയാന്ന് തോന്നുകയും ചെയ്യും. എടി അനങ്ങുന്നുണ്ട്. ആ അമ്മ നേരത്തെ അനങ്ങുന്നുണ്ട്. തള്ളയത് തന്തയല്ല, തള്ളയല്ല, പന്ന പട്ടിയാ. ചത്തുപോയവർ തിരിച്ച് വട്ടിയായിട്ടും പാറ്റായിട്ടും പൂച്ചയായിട്ടും ഒന്നും അല്ല വരുന്നത്. അവര് പുത്തൻ ശരീരത്തോടെ വരും. നമ്മുടെ പ്രത്യാശ അതാ. ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നമികം ഗമിച്ച ബിജൂതരെ. ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നമികം ഗമിച്ച ബിജൂതരെ. വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞകന്നു പോയ വിശ്വാസരെ. വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞകന്നു പോയ വിശ്വാസരെ. വിളങ്ങിടും പല പല പ്രിയ മുഖങ്ങളെ. അരുണ തുല്യമധുതി വിളങ്ങിടും പല പല പ്രിയ മുഖങ്ങളെ. കാണും ഞാനൻ മോക്ഷപുരേ താതച്ചാരേ ഓ ശാലേപുരേ. അമ്മേ കാണും ഞാനൻ മോക്ഷപുരേ താതച്ചാരേ ശാലേപുരേ. പകലും ഇവയെ പറ്റി ഞാൻ പാടും ഗീതം ആനന്ദം. പിരിഞ്ഞ ശേഷം ഇത് താനേ എനിക്കാലംബം. ഇകത്തെ വിട്ടു ഞാൻ പിരിഞ്ഞ ശേഷം ഇതു താനേ എനിക്കാലംബം. ഞാൻ മോക്ഷപുരേ താതച്ചാരേ ശാലേപുരേ. കാണും ഞാൻ മോക്ഷപുരേ താതച്ചാരേ ശാലേപുരേ. കാണും ഞാൻ മോക്ഷപുരേ താതച്ചാരേ ശാലേപുരേ. പ്രത്യാശയുള്ളവർ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. സുവിശേഷം പ്രത്യാശ തരുന്ന മാർഗമാണ്. അതല്ലേ നമ്മുടെ പ്രിയപ്പെട്ടവരെ കടന്നു പോകുമ്പോൾ ദുഃഖമില്ലാഞ്ഞിട്ടാണോ? ഏത് പ്രായത്തിലുള്ളവർ ഏത് സമയത്ത് കടന്നു പോയാലും അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അഗാധമായ ദുഃഖമുണ്ട്. പക്ഷേ അവിടെ ശാന്തമായിട്ടിരിക്കുന്നത് വലിയ പ്രത്യാശയുള്ളത് കൊണ്ടാണ്. ഭർത്താവ് മരിച്ചു കിടക്കുമ്പോഴും ഭാര്യ മൂടുപടം തലയിലിട്ട് വരുന്നവരോടും കൈ കാണിച്ച് പ്രത്യാശയോടിരിക്കുക. എന്നെ ദുഃഖമില്ലാഞ്ഞിട്ടല്ല. ഒരു ദിവസം കാണും. അത് പട്ടിയായിട്ടും പന്നിയായിട്ടും ഒന്നുമല്ല, പുത്തൻ ശരീരത്തോട്. പക്ഷേ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരുമെന്നും ഏത് വിധം ശരീരത്തോടെ വരുമെന്ന് ചോദിക്കുന്നു. മൂഢാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ തനിയായിരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണികളെത്ര ദൈവമോ ഓരോന്നിന് അതതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസം ഒരുപോലെയുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമായ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ.
ദ്രവത്വത്തിൽ വിതയ്ക്കുന്നു, അദ്രത്വത്തിൽ ഉയർക്കുന്നു, അപമാനത്തിൽ വിതയ്ക്കുന്നു, തേജസ്സിൽ ഉയർക്കുന്നു, പ്രാകൃത ശരീരം വിതയ്ക്കുന്നു. ആത്മിക ശരീരമുണ്ട്, പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മിക ശരീരം ഒന്നാം മനുഷ്യനായാൽ അവൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ള ഒടുക്കത്തെയാളാം ജീവിക്കുന്ന ആത്മാവായി. പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാരെ, നാമെല്ലാം നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാകള നാണത്തെങ്കിൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നിടയിൽ നാമെല്ലാം രൂപാന്തരപ്പെടും, കാകളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായിട്ട് ഉയർക്കും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരണം. ഇതാ പ്രത്യാശ. സ്തോത്രം. സുവിശേഷം പ്രത്യാശ തരുന്ന മാർഗമാണ്. കൂടെ ജീവിച്ച് കൊതി തീർന്നില്ല, പക്ഷേ ഭർത്താവ് മരിച്ചു. ആത്മഹത്യ ചെയ്യാതെ അലമുറയിടാതെയും കൂടെ കൂടെ ബോധക്കേട് വരാതെയും പ്രത്യാശയോടെ സെമിത്തേരിയിലും വന്ന് മൂടുപടം തലയിലിട്ട് സ്തോത്രം ചെയ്ത് എത്ര എത്ര സഹോദരിമാരെ സ്തോത്രം ചെയ്ത് അങ്ങോട്ട് വിടുക. അത് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. ഏകവചനമാ മർത്യൻ. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. കാഹളം അങ്ങോട്ട് ധ്വനിക്കുമ്പോൾ മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്നും അരുളി ചെയ്യുന്നു. ഓരോരുത്തരെയും മണ്ണിനേൽപ്പിക്കുക. പക്ഷെ കാഹളം അങ്ങോട്ട് ധ്വനിക്കുമ്പോൾ ആമൻ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരെല്ലാം കൂടെ ആമൻ കോടി കോടി വിശുദ്ധന്മാർ പുത്തൻ ശരീരത്തോട് ഒന്നിച്ച് ഉയർത്തു വരും. ഇതാ നമ്മുടെ പ്രത്യാശ. ഇതാ പ്രത്യാശ. ഭാഗ്യകരമായ പ്രത്യാശ എന്ന ജീവനുള്ള പ്രത്യാശ. പ്രത്യാശ കൊണ്ട് ഇവിടം വിട്ടക്കരെ നടത്തിയ എത്രയോ പരിശുദ്ധന്മാർ കാത്തു നിൽക്കുന്നു. പ്രത്യാശയോടിവിടം വിട്ടക്കരെ നടത്തിയ എത്രയോ പരിശുദ്ധന്മാർ കാത്തു നിൽക്കുന്നു. എന്നോ നിനക്ക് വന്നിടും വിശ്രാമ നാട്ടിലെത്തിടുവാനുണ്ടോ എനിക്കാലതർക്ക് എത്ര ഞാൻ ഓടണം ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തിനായി. ഉണ്ടോ ഇനി കാലദൈർഘ്യം എത്ര ഞാൻ ഓടണം ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തിനായി. നമ്മുടെ പ്രത്യാശ മൺമറഞ്ഞ വിശുദ്ധന്മാർ ഉയർത്തു വരും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരമുണ്ടാകും. ഈ പ്രത്യാശ വേറെ ആർക്കിരിക്കുന്നു? സ്തോത്രം. പ്രത്യാശയില്ലാത്ത കാലത്തൊക്കെ പറയുകയല്ലേ, ചാനത്തരത്തില്ലേ എന്നും പറഞ്ഞ് കമന്ന് വീണ് കിടക്കുക. മേരിക്കുട്ടി പിടിപെടടി. പണ്ട് ഞങ്ങളൊരടക്കത്തിന് പോയപ്പോൾ എന്ത് ചെയ്താൽ തരികയില്ലെന്ന്. അപ്പം നമ്മുടെ ഒരു ഭാഷ ഉണ്ടായിരുന്നു. എന്നാ അവിടെ ഇരുന്നോ, ഞാൻ പോവാന്ന് പറഞ്ഞ്. നമ്മുടെ ഇടേ അച്ചായൻ്റെ പേരനാ ചിങ്ങവനത്തെ വാലയിലെ വാലയിലെ വീട്ടുപേര് വാലയിലെന്നാ. ചർച്ചക്കൂടിലുണ്ടായിരുന്ന പഴയ മത്തായി പാസ്റ്റർ VM മത്തായി. അതാ പുള്ളി കർക്കശക്കാരനാ. അച്ചാനടക്കാൻ ഞാൻ നമ്മൾ ധരികയായിരുന്നു. എന്നാ നീ വെച്ചോണ്ടിരുന്ന ഞാൻ പോവാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു എൻ്റെ അച്ചാവ് പെട്ടെന്ന് കൊണ്ടുപോയിക്കോളാം. ഇത് പ്രത്യാശിക്കുന്ന മാർഗമാണ്. കൊടുക്കുകയല്ലേ. പക്ഷേ ഒരു ദിവസം നമ്മൾ കാണും. അതാണ് നമ്മുടെ പ്രത്യാശ.
അപ്പോൾ എന്താ സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. രണ്ട്, സുവിശേഷം സമാധാനം തരുന്ന മാർഗമാണ്. മൂന്ന്, സുവിശേഷം പ്രത്യാശ. ജോമൻ പാസ്റ്റർ സമയം എന്താ? എപ്പം നിർത്തണം? ഇപ്പം നിർത്തട്ടെ? നിർത്തട്ടെ? വാ തുറന്ന് എന്തേലും പറ. വേണ്ടേ? ഇച്ചിരൂടെ പറഞ്ഞേച്ചങ്ങ് നിർത്താം. ദൈവത്തിന്റെ മകത്ത്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യനായ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ആ സുവിശേഷത്തിന് നീ ഇന്ന് രാത്രി ചെവി കൊടുത്താൽ, ഏറ്റെടുത്താൽ, നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാണ്. ഇത് രക്ഷിക്കുന്ന മാർഗമാണ്, സമാധാനം തരുന്ന മാർഗമാണ്, പ്രത്യാശ തരുന്ന മാർഗമാണ്. ദൈവത്തിന്റെ മഹത്വം. എനിക്ക് പറയാനുള്ളത്, കണ്ണടയുന്നതിന് മുന്നേ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഒരു ദിവസം ഞാൻ നിങ്ങൾ മരിക്കും, ഇല്ലേ? ആ സംസാരവും നിപ്പും മുണ്ടുമൊക്കെ മടക്കി കുത്തി എൻ്റെ ഒരു ഇങ്ങോട്ട് ചോദിച്ചാൽ നിപ്പുമൊക്കെ കണ്ടാൽ, അവൻ്റെ നിപ്പ് കണ്ടാൽ അവർക്ക് ഇവനെങ്ങും ജാകുകയല്ലെന്ന്. ഇച്ചിരി കഴിഞ്ഞ് നമ്മൾ കേൾക്കും, ജോയിക്കുട്ടി പോയി. അയ്യോ, എവിടെ പോയി? ഇപ്പം ഞാൻ നാൽപ്പാത്തിമലയുടെ അവിടെ നിന്ന് കണ്ടതാണ്. ആ കണ്ടച്ചങ്ങോട്ട് പോയപ്പോൾ പുള്ളി ജോയിക്കുട്ടിക്ക് അത് ഒരിക്കലിനേ ഉള്ളൂ. ജോയിക്കുട്ടി, നീ വലിയ കസർത്ത് കാണിക്കരുത്. ഒരിക്കലിനെ പോലും ഇല്ല. ഇരിപ്പ് കാണുമ്പോൾ മനസ്സിലാകും. ഒരു ദിവസം മരണം എന്നെയും നിന്നെയും വന്ന് പിടികൂടും. മരണത്തിന് തണുത്ത കരം വന്ന് തപ്പും തലോടുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ദൈവത്തിന് മഹത്വം. ഒരു പാട്ടുണ്ടല്ലോ, എന്തോ സിനിമാ പാട്ടാണോ നാടകഗാനമാണോ, ഒരു പക്ഷേ അർത്ഥമുള്ളൊരു പാട്ടാ. മരണം വാതിൽക്കലൊരു നാടാൻ വയ്യ, മഞ്ചലുമായി വന്നു നിൽക്കണം. എന്നൊക്കെ പറയാം. പിന്നെ പാടും, മരണം വാതിൽക്കലൊരു മഞ്ചലുമായി വന്നു നിൽക്കുമ്പോ ചിറകടി ചെങ്കൂടും. രണ്ടുപേരും ചമച്ചിട്ടാവില്ല, നമുക്ക് പാടുണ്ടാകും. പുള്ളി ഇന്നിങ്ങനെ വില്ലുക, ഞാൻ പുള്ളി ഇരുന്നോണ്ട് വില്ലെന്ന്, ഞാൻ നിന്നോണ്ട് വില്ലെന്ന്. പാടാതിരിക്കുന്ന നല്ല ആൾക്കാർ പറയും. ഇപ്പം സുവിശേഷം ഒന്നും പറയുന്നില്ല, പുള്ളി KPSCയുടെ പാട്ടുമൊക്കെ പാടി. എന്തായാലും പറയുമെന്ന് എനിക്കറിയാം. എനിക്കൊന്നും നീ നിന്റെ പണി നോക്കുക. ഒരു കാര്യം പറയാം, മരണം നിന്റെ വാതുക്ക് നിപ്പുണ്ട്. മൂത്താമ്പാക്കൽ ഉപദേശി പാടി, കൊട്ടാരമായാലും വിട്ടേ മതിയാക്കും, കോട്ടയ്ക്കകത്തേക്ക് മൃത്യുചൊല്ലും 10,000 നില പൊക്കി പണിഞ്ഞാൽ അതിനുള്ളിലും കയറി വരും മരണം. വണ്ണം പെരുത്താലും മണ്ണിനിരികത് കണ്ണിന്റെ ഭംഗിയും മായമായ കൊട്ടാരമായാലും വിട്ടേ മതിയാകും. ചെറ്റപ്പുരയതിൽ പാർക്കുന്ന ഭിക്ഷുവും മുറ്റും മരണത്തിന് അധീനനെന്നാ. എല്ലാവരും മരിക്കും. ഈ ഇരിക്കുന്നവരെല്ലാം മരിക്കാതിരുന്നാൽ അത് പിന്നെയും പ്രശ്നമാണ്, ഇല്ലേ? കാലൻ ഇങ്ങോട്ട് വരാത്തൊരു കാലം ഉണ്ടായിരുന്നു, കാലൻ ഇല്ലാത്ത കാലം. അങ്ങനെ ഹെഡിങ് കൊടുത്തത് അല്ലേ മേ? അതെ. മുത്തച്ഛൻ മുതുക്കൻ്റെ മുത്തച്ഛൻ ഇരിക്കുന്നു, മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല. 500 വയസ്സുള്ള ഒരു അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു. ആ അപ്പൂപ്പൻ അവർക്കുണ്ട്. 500 വയസ്സുള്ള പുള്ളിയുടെ അപ്പൂപ്പനുണ്ടെന്ന് ഇവിടെ ഇരിക്കുന്നവർ പോലും വിശ്വസിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് വേറെ പുസ്തകം വിശ്വാസമില്ല. കാരണം 930 വരെ കക്ഷികളുണ്ട്. 500 വയസ്സുള്ള ഒരു അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു. ആ അപ്പൂപ്പൻ അവർക്കുണ്ട്. കഞ്ഞിക്കും വകയില്ല. അപ്പം അങ്ങനെ ചാകാതിരുന്നാലും പ്രശ്നമാണ്, മരിക്കും, മരണം വരും. കത്തോലിക്കരാകുന്ന സഹോദരങ്ങൾ മരണ വീടുകളിലൊക്കെ പണ്ട് പാടും, ഇപ്പം റെക്കാർഡുമൊക്കെ ഇടും, കേട്ടിട്ടുണ്ട്. തെറ്റുകാരനെ ക്ഷമിക്കണം. അത് സന്ദർഭം വന്നുകൊണ്ട് 2 വരി പാടുന്നതേ ഉള്ളൂ. തെറ്റുകാരനെ ക്ഷമിക്കണം. വരി ഇങ്ങനെ, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യനീ, കൂടെ പോരും ജീവിത ചെയ്തികളും സൽകീർത്യങ്ങൾ ചെയ്യുക നീ, അലസത കൂടാ
മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ. ഇന്ന് രാത്രി മരണത്തിന്റെ കരം വന്ന് നിന്നെ തൊടുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. യേശു ക്രിസ്തു മാത്രമാ രക്ഷകൻ. ദൈവത്തിന് മഹത്വം. രണ്ട് കാര്യം കൂടെ പറഞ്ഞേച്ച് വരാം. എനിക്കും നിങ്ങൾക്കുമെല്ലാം മരണത്തെ പേടിയാ. പലർക്കും പേടിയാ. പേടിയില്ലെന്ന് പറയുന്ന പുള്ളിയും ചെറിയൊരു വേദന എന്നാച്ചാ മാതാവിനെ വിളിച്ചാലെന്ന് മാതാവിലോട്ട് പോകണമെന്ന് ജോടി മാതാവ് ഹോസ്പിറ്റൽ കാര്യത്താത്തിനപ്പുറം നമ്മളെടുക്കുന്ന മാതാവിനെ വിളിച്ചാന്ന് കൊള്ളാം. മരണമില്ലെന്ന് വലിയ വകുപ്പ് പറഞ്ഞ പുള്ളിയാ. എല്ലാവർക്കും പേടിയാ. സകല ആൾക്കാർക്കും ഭയമാ. ഒരു ദിവസം മരിക്കും, എല്ലാവരും മരിക്കും. മരണത്തിൽ നിന്ന് ആർക്കും ഒഴിയാവതല്ല. ഞാനും നിങ്ങളുമെല്ലാം, ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞപ്പോഴും പറയും, ഞാനും നിങ്ങളുമെല്ലാം ഇവിടെ ജീവിക്കാൻ വന്നതാ. ഇല്ലേ? എല്ലാവരും ജീവിക്കാൻ വന്നതാ. വ്യാപാരമൊക്കെ ചെയ്യുന്നവരോട് പറയല്ലേ, വഴിയിലൊക്കെ ഇട്ട് വിൽക്കുന്നവരും അല്ലേ വീട്ടിൽ കൊണ്ടുവരുന്നൊക്കെ ഉണ്ട്. എന്തോ അതിന് പച്ചക്കറി മീനും തത്തുല്യമായ സാധനമൊക്കെ കൊണ്ടുപോയി എന്തോ വില 70 രൂപ. അയ്യോ, അവിടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം 35 രൂപയ്ക്കാണ്. എൻ്റെ സാറേ, ജീവിക്കാനല്ലേ? അങ്ങനല്ലേ പറയുന്നത്? നമ്മളെല്ലാം ജീവിക്കാൻ വന്നതാ. തെളിവെന്നാ? 1-2 തെളിവ് തരാം ജീവിക്കാൻ വന്നതിൻ്റെ. മധുര വിട്ട കാപ്പി വേണ്ട. അതിനാ കുറച്ച് നാളൂടെ അതിനാ ജീവിക്കാൻ വന്നതാ. എന്നാ ചോറ് കഴിച്ചാട്ടെ, രാത്രിയിലില്ല. എന്നാ 2 അതിനാ കുറച്ച് നാളൂടെ ഒരു കഷണം അലുവായും കൂടെ കഴിച്ചാട്ടെ. ഇത് വീട്ടിലുണ്ടാക്കുന്നത്. അതിനാ കുറച്ച് നാളൂടെ ജീവിക്കണമെന്ന്. നിങ്ങൾ കണ്ടിട്ടില്ലേ? വെളുപ്പിനെ അച്ചായം മുന്നേ ഒരു മുളവടി അമ്മാമ്മ പുറകെ. എന്നാ കാര്യം എന്നാ? കുറച്ച് നാളൂടെ. ഞാനും നിങ്ങളുമെല്ലാം ഈ ഭൂമിയിൽ വന്നത് ജീവിക്കാനാ. എന്നാൽ മരിക്കാനായിട്ട് വന്ന ഒരുവനുണ്ട്. അത് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു. ഞാനും നിങ്ങളുമെല്ലാം ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് പിറന്നവരും ജീവിക്കുന്നവരുമാ. പക്ഷേ ഈ ഭൂമിയിലേക്ക് മരിക്കാനായിട്ട് വന്ന ഒരുവനേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശു. അതുകൊണ്ട് ഞാനെപ്പോഴും പറയും, യേശു ക്രിസ്തുവിന്റെ മരണത്തിന് വലിയ പ്രത്യേകതയാണ്. ഇവിടെ ലോകത്തിൽ ഒത്തിരി മഹാന്മാരൊക്കെ മരിച്ചിട്ടുണ്ട്. അവരുടെ മരണം എല്ലാ ദിവസവും ഒന്നും പറയുക എല്ലാവരും പറയത്തില്ല. മരിച്ച ദിവസം പത്രത്തിലോ ഒക്കെ ഫോട്ടോയൊക്കെ വരുമ്പോൾ അയ്യോ ഇന്നാണല്ലോ. നമ്മുടെ ഈ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, അദ്ദേഹം മരിച്ച ദിവസം പത്രത്തിൽ ഫോട്ടോ വരുമ്പോൾ അയ്യോ ഇന്ന് ഗാന്ധി ജയന്തി, ഗാന്ധി സമാധി, ഗാന്ധി സമാധി. രാഷ്ട്രപിതാവ് സമാധിയായി, ശ്രീനാരായണ ഗുരു സമാധിയായി, മന്ദത്തെ പത്മനാഭൻ സമാധിയായി, അയ്യങ്കാളി സമാധിയായി. ഇവരുടെയൊക്കെ സമാധി ദിവസം ഓർക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന. സമാധി ദിവസവും സമാധിയെ പറ്റിയും പറയുന്നില്ല. എങ്ങനാ സമാധിയായെന്നൊന്നും മന്നത്ത് പത്മനാഭൻ എങ്ങനെ സമാധിയായ ആ ടൈം, അന്നേരത്തെ സംസാരം അല്ലെ മുഖഭാവം അതൊന്നും എല്ലാവരും പറയും. പക്ഷെ അതിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തതും പ്രവർത്തിച്ചതും കാര്യങ്ങളെല്ലാം വാദോരാതെ പറയാനുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ മരണത്തെ പറ്റിയാ കൂടുതലും പറയുന്നത്. ക്രിസ്തു യേശുവിന്റെ മരണത്തെ പറ്റി പറയുന്ന പോലെ വേറെ ആരുടെ മരണത്തെ പറ്റിയാ പറയുന്നത്? നമ്മൾ ചോദിക്കുകയല്ലേ അച്ചായനെങ്ങനെ? ഓ പാസ്റ്റർ എന്നെ അത് ഓർപ്പിക്കാം. എന്നാലും എങ്ങനായിരുന്നു അമ്മാമേ? ഇവിടെ എല്ലാവരും മരിച്ചതിനെ പറ്റി ആരും വിസ്തരിക്കത്തില്ല. ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം എണ്ണി എണ്ണി പറയും. പക്ഷേ മരണത്തെപ്പറ്റി നന്നായിട്ട് വിസ്തരിച്ചിരിക്കുന്നത് യേശുവിൻ്റെ മരണമാണ്.
നിങ്ങൾ ദൈവദാസന്മാരും ദൈവമക്കളുമല്ലേ? 4 സുവിശേഷകന്മാരിൽ 2 പേര് ജനനത്തെ പറ്റി പറഞ്ഞിട്ടില്ല. 2 പേര് ജനനത്തെ പറ്റി ഒന്നും വേണ്ടിയിട്ടില്ല, മർക്കോസും യോഹന്നാനും. പക്ഷേ മത്തായിയും ലൂക്കോസും ജനനത്തെ പറ്റി വിസ്തരിച്ചു. യേശുവിൻ്റെ തിരുജനനം അത് ലൂക്കോസ് നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട്. പക്ഷേ 2 സുവിശേഷകന്മാർ ജനനത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ വേറെ പുസ്തകം പഠിച്ചേ, മരണത്തെപ്പറ്റി 4 പേരും പറഞ്ഞു. മത്തായിയും പറഞ്ഞു, മർക്കോസും പറഞ്ഞു, ലൂക്കോസും പറഞ്ഞു, യോഹന്നാൻ നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട്. അവിടുത്തെ മരണത്തിന് പ്രത്യേകതയുണ്ട്. എല്ലാവരും മരിച്ചതുപോലല്ലേ യേശു മരിച്ചത്? അതെന്നാ 1-2 കാര്യം പറഞ്ഞങ്ങ് നിർത്താം. എടുത്ത വാക്യത്തോടൊന്നും വരുന്നില്ലെന്ന് എനിക്കറിയാമെങ്കിൽ ഇതല്ലേ നല്ലത്. സ്തോത്രം. എന്താ അവിടുത്തെ മരണത്തിന്റെ വിശേഷത? ഒന്ന് അവിടുന്ന് മരിക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. 2 എവിടെ വെച്ച് മരിക്കുമെന്നും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു. 3 മരണത്തിന് കാരണക്കാരും ആരാണെന്ന് പറഞ്ഞു. തീർന്നില്ല, മരിച്ചു കഴിഞ്ഞ് ഉയർക്കുമെന്നും അവിടുന്ന് പറഞ്ഞു. ഇതുപോലെ പറഞ്ഞ ഒറ്റ ഒരുത്തരില്ല. നിങ്ങൾ ചരിത്രം പരതിക്കൂ. വന്നു കഴിഞ്ഞ് ഞാൻ ജനിച്ചു കഴിഞ്ഞ് എൻ്റെ ജാതകം എഴുതിയെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ജനിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതിയത്. ഞാൻ ജനിക്കുന്നതിന് മുന്നേ ആരാ ജാതകം എഴുതി വെച്ചേക്കുന്നത്? അത് ജനിച്ചു കഴിഞ്ഞാൽ ഇന്ന നക്ഷത്രത്തിൽ നാഴിക വിനാഴിക തെറ്റാലൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഏത് നക്ഷത്രമാണ് മനസ്സിലാക്കി അത് പഠിച്ചിട്ടുള്ള ആൾക്കാർ എഴുതും, ജാതകം എഴുതും. പക്ഷെ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ എല്ലാം എഴുതി ക്രമപ്പെടുത്തി വെച്ചിരിക്കുക. മാത്രമാണോ അദ്ദേഹം ക്രിസ്തുവേശു ജീവിച്ച കാലത്തും പറഞ്ഞു, ഞാൻ മരിക്കാനാ വന്നിരിക്കുന്നേ. എവിടെ വെച്ച് ഞാൻ മരിക്കും, എങ്ങനെ മരിക്കും? 2 വാക്യം വായിച്ചങ്ങ് നിർത്താം, അന്നേരം സമയം പോകുന്നല്ലോ. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യവും മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31-ാം വാക്യവും വായിച്ചേ. ആദ്യം മർക്കോസ് 16:21. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാര് ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ച് തുടങ്ങി. ജീവിച്ചിരുന്നപ്പോൾ ഇതെല്ലാം പറഞ്ഞാ. ഇനി 8:31 വായിച്ചോ മർക്കോസ്, അതുകൊണ്ട് ചേർത്ത്. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? എന്നേക്കാൾ നന്നായിട്ട് വേദപുസ്തകം നിങ്ങൾക്കറിയാം. ഒരു കാര്യം നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കർത്താവ് പ്രസ്താവിച്ചെടുത്തെല്ലാം കൊല്ലുകയും അല്ലെങ്കിൽ മരിക്കുകയോ എന്ന് പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല. വായിച്ചേ ഒന്നുകൂടെ വായിച്ചേ. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞിട്ട്. കൊല്ലുകയും കുത്തുണ്ടോ? ഇല്ല, ചേർത്താ പറഞ്ഞേക്കുന്നത്. കൊല്ലുകയും ഫുൾ സ്റ്റോപ്പ് ഇല്ല, ചേർത്ത് പറഞ്ഞിരിക്കുക. എന്തുവാ? 3-ാം നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം. ഇതുപോലെ പറഞ്ഞിരിക്കുന്ന ഒരു മതനേതാവുമില്ല, ഒരു രാഷ്ട്രീയ നേതാവുമില്ല, ഒരു വ്യക്തികളുമില്ല, ഒരു കുഞ്ഞുങ്ങളുമില്ല. 1 പറഞ്ഞിട്ടില്ല, 2 പറഞ്ഞ ഒക്കത്തില്ല. ഒക്കാത്ത കാര്യം എന്തിനാ വിളിച്ച് വിരചം പറയാൻ? യേശു കർത്താവ് ഇതെല്ലാം പറയുകയും ചെയ്തു, അതെല്ലാം അതുപോലെ നടന്നെന്നുള്ളതാണ്. ഇത് ജീവിച്ചിരിക്കുമ്പോഴാ പറഞ്ഞത്. എന്തോ പറഞ്ഞു? അതെ, മനുഷ്യപുത്രൻ മരിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇനി വേറൊരു പ്രയോഗം നിങ്ങൾ ബൈബിളിൽ ശ്രദ്ധിച്ചേ. കർത്താവ് ഇന്ന് വരെ മനുഷ്യപുത്രൻ ജനിച്ചെന്ന് പറഞ്ഞിട്ടില്ല, വന്നെന്നാ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ വചനം പഠിക്കുന്നവർക്കറിയാം. മനുഷ്യപുത്രൻ ക്രിസ്തുവേശു ഭാവികളെ രക്ഷിപ്പാൻ വന്നെന്നാ.
അതിനെ അങ്ങനെ പറഞ്ഞേക്കുന്നത്. വന്നു, അനേകരുടെ പാപങ്ങളെ വഹിപ്പാൻ വന്നു. അനീഷ്കാവാലം വന്നു. അതിനെ അങ്ങനെ പറയാൻ കാര്യം നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് കയറി അനീഷ്കാവാലം ജനിച്ചു കേട്ടോ, എന്നെ കണ്ടോണ്ടോ? എന്നാൽ ഞാനിങ്ങോട്ട് കയറി വരുമ്പോൾ പറയാം അനീഷ്കാവാലം വന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടെന്ന്. യേശു കർത്താവിനെ പറ്റി പറഞ്ഞിടത്തെല്ലാം വന്നെന്ന് എന്ന് പറഞ്ഞാൽ അവിടുന്ന് നേരത്തെ ഉള്ളവനാ, സ്വർഗത്തിലുണ്ടായിരുന്നെന്ന്. പിന്നെ സംശയമാ. ഒരു വാക്യം വായിച്ചേ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 28 തോന്നുന്നു. ഒന്ന് വായിച്ചേ. ആണോ? വായിച്ചേ. പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു. 28. ഏതാ? ഒന്നുകൂടെ വായിച്ചു. 28. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട്. മുമ്പ് ചില ചേർത്ത് വായിച്ചായിരുന്നു, അതാ എനിക്ക് തപ്പൽ വന്നു പോയത്. അത് 27-ന്റെ ബാക്കിയായിരുന്നു. നിങ്ങൾ എന്നെ സ്നേഹിച്ചു. അല്ലെന്ന് 28 അങ്ങ് വായിക്കാൻ. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട്. അതാ കറക്റ്റ്. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് കൃത്യമായിട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു. അടുത്തത്, പിന്നെയും ലോകത്തെ വിട്ട്. പിന്നെ ഈ ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു. എത്ര ക്ലിയർ ആയിട്ടാണ് എഴുതിയേക്കുന്നത്. ഞാൻ അവിടെ നിന്നോട്ട് വന്നതാ, എന്നെ ഏൽപ്പിച്ച കാര്യമെല്ലാം ചെയ്തു വെച്ച് തിരിച്ച് ഞാൻ പോകും. അതുകൊണ്ടാണ് യേശുവിനെ പറ്റി പറഞ്ഞിടത്തെല്ലാം വന്നെന്ന. കർത്താവ് ജനിച്ചെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല, വന്നു. മനുഷ്യപുത്രൻ വന്നത് അങ്ങനെ അവിടെ നിന്നുണ്ടായിരുന്നവനാ. അപ്പൊ അത് ഞാൻ വിവരിക്കുന്നില്ല. എന്തിനു വന്നു? മരിക്കാൻ വന്നു. എവിടെ വെച്ച് മരിക്കുമെന്ന് പറഞ്ഞു? യെരൂശലേമിൽ. ആരാ കൊല്ലുന്നത്? അതിന്റെ കൂട്ടു നിൽക്കുന്നത് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരുമല്ല. മരിച്ചതോടെ തീരുന്നല്ല, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഇന്നും അവിടെ നിന്ന് ജീവിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ യേശുവിനെ ഇന്ന് രാത്രി ഏറ്റെടുത്ത് വേണം പോകാൻ. നിനക്ക് വേണ്ടി ജീവനെ തന്നവൻ, നിനക്ക് വേണ്ടി ജീവനെ ഏൽപ്പിച്ചു തന്നവൻ, നിന്നെയും എന്നെയും രക്ഷിക്കുവാൻ സ്വർഗ മഹിമകൾ വിട്ട് ഈ താണലോകത്തിൽ ഇറക്കുവാൻ നസറയനാകുന്ന യേശു ക്രിസ്തു. ഭാഗം ഒന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? എല്ലാവരും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? എല്ലാവരും കേൾക്കണം. ആമേൻ, സ്തോത്രം. സുവിശേഷത്തിൻ്റെ വിശേഷത 1, സമാധാനം തരുന്ന മാർഗം. 3, ഇത് പ്രത്യാശ തരുന്ന മാർഗം. ആ സുവിശേഷം യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് മരിക്കാൻ വന്നതാണ്. അവിടുന്ന് മരിച്ചു തീർന്നില്ല, മരിച്ചു, അവിടുന്ന് 3-ാം ദിവസം ഉയർത്തു, ഇന്നും ജീവിക്കുന്നു. ആ യേശുവിൽ വിശ്വസിച്ചാൽ നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറയനാകുന്ന യേശുവിൻ്റെ നാമമാണ്. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ദൈവത്തെ അല്പസമയം മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ.